എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നഹൂം പ്രവചന പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ മലയാള ആരാധനയിലെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നു. നഹൂമിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. Nahum chapter 2 verse 1. അതിങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിൻ്റെ മഹിമയെ ഇസ്രായേലിൻ്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. ഇന്ന് പകലത്തെ വേദവചന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നൽകിയത് ദൈവസഭയ്ക്ക്, ദേശത്തിന്, കുടുംബങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അതിങ്ങനെയാണ്: സംഹാരകൻ കടന്നു വരുന്നു, അതുകൊണ്ട് നിങ്ങൾ കോട്ട കാത്തുകൊള്ളുക. This verse reads like this: the one who scatters has come up against you. Man the fortress, watch the road, strengthen your back, summon all your strength. For today's meditation, God's Spirit put in my heart that we have to be careful and be warned against the one who is the one who scatters. എല്ലാവരും പുസ്തകം എടുക്കണം. കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഡു യു ഹാവ് ബൈബിൾ? പ്ലീസ് ടേക്ക് ഇറ്റ്. സെക്കൻഡ് റോയിലിരിക്കുന്ന ടീനേജേഴ്സ്, ബിഗ് ലേഡീസ്, നിങ്ങളുടെ ബൈബിൾ എടുക്കുക. Teenage big ladies in the second row, I need your attention as well as the young kids. And if you have Bible, please open and pay attention. 3 അധ്യായമുള്ള 47 വാക്യമുള്ള ഒരു കൊച്ചു പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഒരു ചിന്ത പറയുകയാണ് ഞാൻ. So this is a book of Nahum. It's a very small book with only 3 chapters and 47 verses only. ഇതിനകത്ത് പഴയ നിയമത്തിൽ നമുക്ക് 17 പ്രവചന പുസ്തകങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. In the Old Testament we have 17 books of prophecy. 12 എണ്ണം ചെറിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നു. 12 of them are known as minor prophets. 5 പേര് മേജർ പ്രോഫറ്റ്സ്, വലിയ പ്രവാചകന്മാർ. And 5 of them are major prophets or big prophets. ഈ പ്രവാചകന്മാര് ഇസ്രായേലിനോട് പ്രവചിക്കുന്ന പ്രവചനങ്ങളാണ്. So these prophets are talking to Israelites. ജാതികളായ രാജ്യങ്ങളോടും രാജാക്കന്മാരോടും പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രധാനമായി തൻ്റെ ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രവചിക്കുകയാണ്. Though they prophesy to the Gentiles at times, mostly they are speaking to God's own people. നഹൂം എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസം എന്നാണ്. The word Nahum means comfort. നെഹമായ എന്ന വാക്കിന്റെ ഷോർട്ടാണ്. ജെറമായ എന്ന് വിളിക്കുന്നതിന് പകരം ജെറമി എന്ന് വിളിക്കുന്നത് പോലെ, ഏബ്രഹാം എന്ന് വിളിക്കുന്നതിന് പകരം എബി എന്ന് വിളിക്കുന്നത് പോലെ, നെഹമായ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് ആശ്വാസം എന്ന് പറയുന്ന Nahum. So Nahum is a short form of Nehemiah, like we call Abraham as Ebi or Jeremiah as Jeremy. So Nahum like means comfort, and it's a shortened form of Nehemiah. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കണം. നിങ്ങൾ 47 വാക്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ എന്നെ നോക്കണം. ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് നിനവ എന്ന പട്ടണത്തോടെയാണ്. So this prophet Nahum is prophesying to the city called Nineveh. അപ്പോൾ നിനവ എന്ന പട്ടണം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പുസ്തകം ഏതായിരിക്കും? So as soon as you hear Nineveh, which book comes to your mind? യോനയുടെ പുസ്തകമാണ്. The book of Jonah, that's right. യോനയോട് ദൈവം പറഞ്ഞു നിനവയിൽ പോയി പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. So God told Jonah to go and preach to Nineveh. ആ മനുഷ്യൻ ആദ്യം എന്ത് ചെയ്തില്ല? So what did Noah what Jonah didn't do first? ആദ്യം പോയില്ല. He refused to go to Nineveh. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരും. താൻ പോകാനായ തീരുമാനങ്ങളിലേക്ക് ദൈവം അതിന്റെ വഴികൾ ഒരുക്കുന്നു. But God made him go to Nineveh by chapter 2. 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: താൻ രണ്ടാമതും നിനവയിലേക്ക് പോകുന്നു. So the 3rd chapter starts like this: Jonah is going to Nineveh again. നിനവയിൽ താൻ പോയി പ്രസംഗിച്ചപ്പോൾ അന്നത്തെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും എന്ത് ചെയ്തു? പറഞ്ഞാട്ട് മാനസാന്തരപ്പെട്ടു. So when he went the second time, including the king, everyone in the city of Nineveh, they repented. ദൈവം അവരോട് ചെയ്യാൻ പോകുന്ന ആ പ്രതികാരത്തെ, ആ ശിക്ഷാവിധിയെ ഓർത്ത് അനുതപിച്ചിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവരെ അവിടുന്ന് വിടുവിപ്പാനായിട്ടിടയായി. Then because of their repentance of their sin, God showed mercy to them and withdrew his hand of punishment from the city of Nineveh in chapter 3. അത് കഴിഞ്ഞ് ഏകദേശം 100 വർഷം സമ്പൽ സമൃദ്ധമായ നിനവയുടെ വർഷങ്ങൾ.
After that, about 100 years, they had all the prosperity. അശൂർ അതിന്റെ രാജഭാരത്വം ഏറ്റെടുക്കുന്നു. And Assyria takes over the leadership of Nineveh. അടുത്തുള്ള ഈജിപ്റ്റ് ഉൾപ്പെടെ പല രാജ്യങ്ങളെയും അവർ കീഴ്വടക്കി അവർ സമ്പൽ സമർത്ഥമായി ജീവിക്കുന്ന 100 വർഷം. And these Assyrian kings takes over cities, countries including Egypt, and they have all the prosperity in their land now. ലോകം അറിയപ്പെട്ട ഒരു പട്ടണമായി മാറി. So Nineveh became one of the world famous cities at that time. യോനയുടെ പുസ്തകം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ Jonah chapter 3 verse 3, when we read, ഈ പട്ടണത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. so you can see a short explanation about the city. ഒരു മനുഷ്യൻ 3 ദിവസം നടന്നാൽ തീരുന്ന അതിമഹത്തായ ഒരു പട്ടണം. So Nineveh was an exceedingly great city, and it would take a man to walk 3 days in order to complete walking the city. ഈ സിറ്റി ചുറ്റുമായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. And city of Nineveh is surrounded by water. അത് ഈ ഞാൻ പറയുന്ന നഹൂം പ്രവചനത്തിന്റെ 3-ാമത്തെയും 8-ാമത്തെ വാക്യത്തിൽ ഒരു സൂചന അതിൽ കൊടുക്കുന്നുണ്ട്. നഹൂം പ്രവചനം 3:8 ഒരു സൂചന കൊടുക്കും. നഹൂം പ്രവചനം We can see that in Nahum chapter 3 verse 8. നദികളിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം മതിലുമായിരിക്കുന്ന മറ്റൊരു പട്ടണത്തെ പോലെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ് ഈ സിറ്റിയെ കുറിച്ച്. You can see that the prophet is comparing this city which is situated among the rivers. അപ്പോൾ ഒരു മനുഷ്യന് 3 ദിവസം ഒരു എൻഡ് ടു എൻഡ് നടന്നാൽ തീരാം അത്രയ്ക്ക് നീളമുണ്ട് ആ സിറ്റിക്ക്. And this city was 3 days journey long. നിങ്ങൾ എന്നോടുണ്ടോ? ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ന്യൂയോർക്ക് സിറ്റി Any of you have gone to see the New York City by walking? അങ്ങ് വടക്ക് ആർലമാണ്. ആർലം മുതൽ കനാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ സീറോ ഗ്രൗണ്ടിൻ്റെ അവിടം വരെ നമുക്ക് ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ ഒരു 4 മണിയാകുമ്പോൾ എത്താൻ പറ്റും. So if you walk from the end of Harlem to ground zero, you can walk it in like a half day time or by 4 o'clock in the evening. ഏകദേശം 100 സ്ട്രീറ്റുകൾ 10 അവന്യൂകളാണ് ഈ ന്യൂയോർക്ക് സിറ്റിയെ കുറിച്ചുള്ളത്. ആരെങ്കിലും കേൾക്കുന്നത് കേട്ടോ? ഇത് ചുമ്മാ ഒരു ഹിസ്റ്ററി ഒരു അറിയാം, സ്ഥലത്തൊക്കെ അറിയാൻ പറ്റും. So it's like 100 streets and 10 avenues. നമുക്ക് വേഗത്തിൽ നടക്കാം. So we can walk by പിന്നെ one day. കണ്ടും കേട്ടും നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടായിരിക്കും. So if you are taking the time to explore everything, you may have to walk the whole day. പക്ഷേ ഈ നിനവയെ കുറിച്ച് പറഞ്ഞത് അറിയാമോ? But about Nineveh, about that city, ഒരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ്, നല്ലപോലെ സ്പീഡിൽ നടന്നാൽ പോലും 3 ദിവസം എടുക്കും ഇതിന്റെ എൻഡ് ടു നടക്കാൻ. so even though you walk at a reasonable speed, it would take you 3 days from end to end. ലോക രാജ്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു മഹാ പട്ടണമായിരുന്നു. And a very popular city of that time. പക്ഷേ ഇവർ ഇതിന്റെ ഇടയിൽ ഈ സമ്പൽ സമർത്ഥമായ ജീവിത നടുവിൽ ദൈവത്തെ എന്ത് ചെയ്തു? ചേർന്ന് പറഞ്ഞാട്ട് മറന്നു. And when they had all the prosperity that they needed, they forgot God. മക്കളെ, ഞാൻ സംസാരിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. So now children, and I'm talking to you from chapter 1. ദൈവത്തിന്റെ 9 സവിശേഷതകൾ, ശ്രേഷ്ഠതകളോടെ പറയുന്നുണ്ട്. In the first chapter you can see 9 qualities of ഈ God. ദൈവം പാപത്തിനെതിരെ, ദൈവത്തിന്റെ ശത്രുവിനെതിരെ പ്രതികാരത്തോടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള വാണിംഗ് കൊടുക്കുകയാണ്. So like in chapter 1, God is saying that he is a jealous and avenging God against his enemy. 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ 2-3 വാക്യം ദൈവത്തിന്റെ 6 പ്രത്യേകതകൾ കൊടുക്കുന്നു. In chapter 1 verses 2 and 3 you can see 9 specialities പറയാമോ? of God. കണ്ടൊരു പറഞ്ഞ 1 തീഷ്ണതയുള്ള ദൈവമാണ്, 2 പ്രതികാരം ചെയ്ത ദൈവമാണ്, 3 ക്രോധപൂർണനാകുന്നു, 4-ാമത്തത് പാപം ചെയ്യുന്നവരോട് കോപം സംഗ്രഹിച്ചു വെക്കുന്നവനാകുന്നു എന്ന് പറയുന്നു. പഴയ നിയമത്തിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണ്. So in the Old Testament God is described like that. എന്നാൽ തന്നെ അടുത്തൊരു ഭാഗം 3-ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ എൻ്റെ ദൈവം, when you come to verse 3, പറഞ്ഞേ, the Lord ദീർഘക്ഷമയുള്ള ദൈവമാണ്, the Lord is slow to anger, മഹാശക്തിയുള്ള ദൈവമാണ്, and great in power. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ verse 7, in verse 7, എൻ്റെ ദൈവം നല്ല ദൈവമാണ്, the Lord is good, കഷ്ടദിവസത്തിൽ അവൻ എനിക്ക് ഒരു ഫോർട്രസ്, ശരണം, കോട്ടയാണ്, a stronghold in the day of trouble. അവനെ ആശ്രയിച്ചു വരുന്നവനെ അറിയുന്ന ഒരു ദൈവമാണ്. And a God who knows those who take ഒരു സൈഡിൽ ക്രോധമുള്ള ദൈവത്തെ പ്രസന്റ് ചെയ്യുന്നു, when God is presented as an എന്നാൽ angry മടങ്ങി God, വരുന്നവനെ ആശ്രയിച്ചു
ആശ്രയിച്ചു വരുന്നവനെ ശരണമായി കൊള്ളാകുന്ന ഒരു നല്ല ദൈവമായിട്ട് ഇറങ്ങി വരികയാണ്. But those who put their trust in the Lord, this God is a good God that we can place our trust in him. ഈ ദൈവം പറയാണ്, And this God says, ഞാൻ പാപത്തിനെതിരെ പ്രതികരിക്കും മക്കളെ. now God has wrath against sin. ഞാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. Though God is slow in anger, നീ എന്നിലേക്ക് വന്നെന്ന് ആശ്രയിച്ചു വന്നാൽ ഞാൻ നിന്നെ കെട്ടിപ്പുണരും. and if you come trusting the Lord, he will hug you and take you. പക്ഷേ പാപത്തിനെതിരെ ഞാൻ പണിഷ് ചെയ്യും. But God is a God who has wrath against the sin. എന്നെ കേൾക്കുന്ന പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയാം, Now to my listeners today, let me tell you, ഞാൻ പ്രസംഗിക്കുന്ന യേശു പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപിയെ സ്നേഹിക്കുന്നു. no, Jesus that we believe, he is a God who loves sinners but not sin. He എന്റെ hates യേശു sin. പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപിയെ സ്നേഹിക്കുന്നു. God hates sin but he loves sinners. ഏത് പാപിക്കും ഓടി ശരണം പ്രാപിക്കാൻ കൊള്ളാകുന്ന ഒരു ആശ്രയമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവറിയിലെ ക്രൂശിൽ യേശു മാത്രമേ ഉള്ളൂ. If there is a place that any sinner can come running, with the comfort in his mind, that is Jesus Christ. എന്റെ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കാതെ വിടത്തുമില്ല. And because my God is a just God, he will not leave sin unpunished. രണ്ടാമത്തെ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെയും Now let's come to chapter 2. ഇവർക്ക് വാണിംഗ് കൊടുക്കുക. And Nahum is giving a warning because God tells him to. നിങ്ങളുടെ കോട്ട തകരാൻ പോകുക. And he is telling them that your strongholds will come down. എങ്ങനെയാണെന്നറിയാം കോട്ട തകരുന്നത്? 1:8 നോക്കിക്കേ. 1:8 പറയുന്നുണ്ട് എങ്ങനെയാ ഇത് ഈ സിറ്റി തകർക്കാൻ പോകുന്നത്. Why your fortress will come down is explained in verse 8 of chapter 1. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ 4 സൈഡും അല്ലെങ്കിൽ എക്സാക്റ്റ് പറഞ്ഞാൽ 2.5-3 സൈഡ് വെള്ളം കൊണ്ട് ഡൈഗ്രീഷ് നദി ചുറ്റപ്പെട്ട് യൂഫ്രട്ടീസ് നദി ചുറ്റപ്പെട്ട സിറ്റിയാണെന്ന് പറയുന്നത്. So this city is like surrounded by river Tigris, and like as I explained, there is evidence of that. ദൈവം പറയാ, ഞാൻ നിന്റെ പട്ടണത്തിൽ ഞാൻ എന്തടിപ്പിക്കാൻ പോകുന്നു? Overflowing flood. നമുക്ക് അതിൻ്റെ ഭാഷ ഇപ്പം മനസ്സിലാവും. പണ്ടത്തെ എൻ്റെ പപ്പ പ്രസംഗം ഞാൻ കേട്ടുകൊണ്ട് പണ്ടത്തെ ഇത് സുനാമി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ പറ മക്കളെ, മനസ്സിലാവോ? തെക്കനോ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പപ്പായ്ക്ക് മനസ്സിലാവും സുനാമി. ഇപ്പോൾ അവർക്ക് മനസ്സിലാവും സുനാമി എന്താണെന്നുള്ളത്. കാരണം അവരിത് പണ്ട് പ്രസംഗിക്കുമ്പോൾ ഈ പ്രവചന പുസ്തകം പഠിപ്പിക്കുമ്പോൾ അവർക്ക് തെക്കനോ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ ഈ പ്രവാഹം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പക്ഷേ ദൈവം പറയുകയാണ്, മൺകട്ട കൊണ്ട് കെട്ടിയ മക്കളെ, ആ പിക്ചർ ഒന്ന് കാണിച്ചിട്ട്, മൺകട്ട കൊണ്ട് കെട്ടിയ നിന്റെ കോട്ടയെ ഞാൻ പ്രവാഹം കൊണ്ട് തകർക്കും. So God is telling that the fortress that you have built with clay, I will destroy it with a great flood. സ്വതന്ത്രം പറഞ്ഞേ. Amen. ഈ കോട്ട എത്ര ശക്തിയുള്ള കോട്ടയാണെങ്കിലും മണ്ണുകൊണ്ട് കെട്ടി. ഇതിന്റെ നീളം പൊക്കം ഞാൻ പറയാം. So though the fortress is very strong and powerful, it is made out of clay. നിനവയുടെ ഈ കോട്ടയുടെ നീളം പൊക്കം 100 അടി പൊക്കം. So about the fortress in Nineveh, it says it's 100 feet tall. കണ്ണു തുറന്നിരുന്നേ, 150 അടി വീതി and 100 feet wide, 150 feet wide, താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. and 60 feet depth. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. And it is made out of clay. ദൈവം പറഞ്ഞു, എത്ര നീ കെട്ടിപ്പൊക്കി നിർത്തിയാലും, പാപത്തെ മറച്ച് എത്ര നീ നിർത്തിയാലും, പാപത്തിനെതിരെ പോരാട് ദൈവം തമ്പുരാൻ നിന്റെ കോട്ടയൻ വെള്ളം കൊണ്ട് അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞതിൽ 7ാമത്തെ വർഷം ആ പട്ടണത്തെ ഉന്മൂലനാശതയം വരുത്തി. And because God warned them against sin, and because people did not repent, after 7 years of the warning, the fortress was destroyed completely. രണ്ടാമത്തെ അധ്യായം നോക്കിക്കേ. In chapter 2, നിന്റെ രണ്ടാമത്തെ അധ്യായം 2ാമത്തെ വാക്യം, ഞാൻ 2:1 മടങ്ങി വരും. verse 2. 2 മുന്തിരി വള്ളി ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. And God told them that he will destroy their vine branches. 3ാമത്തെ വാക്യത്തിൽ നിന്റെ വീരന്മാരുടെ പരിചയ്ക്കകത്ത് മൊത്തം ബ്ലഡ് ഉണ്ടാക്കും. ബ്ലഡ് എന്ന് വെച്ചാൽ യുദ്ധം സംഭവിക്കും. In verse 3, giving them a warning about war. 6ാമത്തെ വാക്യം നോക്കൂ, രാജമന്ദിരം ഞാൻ അഴിച്ചു കളയും. And God is telling them that in verse 6, the gates of the rivers are open and the palace will be dissolved. മാറത്തടിച്ച് കരയുന്ന ലെവലിലേക്ക് 7ാമത്തെ വാക്യത്തിൽ വരും. And as they are crying so bitterly, their situation will become. പുരാതനമായ ഫേമസ് ആയ ഈ നിനവെ പട്ടണം ജലാശയം പോലെ ആയിത്തീരും. 8ാമത്തെ വാക്യം. And the famous city of Nineveh will be like a pool of water. 3ാമത്തെ തീയതിയിലേക്ക് വരൂ. And now coming to chapter 3, എന്തുകൊണ്ടാണ് ഇവർക്ക് സംഭവിക്കുന്നത്? why is this happening to this city? അവരുടെ ചില പാപങ്ങൾ കൊടുത്തിരിക്കുകയാണ്. And some of the sins. 3ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അവരുടെ തെറ്റുകളാണ്. And chapter 3 verses 1 through 7, what did the city of Nineveh did against God? കരുണയില്ലാതെ മറ്റുള്ളവരോട് അവരുടെ രക്തം ചൊരിയുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ വരികയാണ്.
So these people have no mercy to others and they shed blood of everyone. വ്യാജവും അപകാരവും കവർച്ചയൊക്കെ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. And they are full of lies and pillage and they kill others. നാലാമത്തെ വാക്യത്തിൽ പരസംഗം, വ്യഭിചാരം, ക്ഷുദ്രപ്രയോഗം, വിഗ്രഹാരാധന കൊണ്ട് നിറയുന്നു. And this city is filled with the harlotries and there are so many sorceries and the city is full of those kind of people. അഞ്ചാമത്തെ വാക്യം നോക്കുമോനെ, ഞാൻ നിന്റെ നേരെ വരും. ദൈവം പറയുക. And God is telling that I am against you. ഒൻപതാമത്തെ വാക്യത്തിൽ 4 രാജ്യങ്ങൾ ഈ സമയത്ത് യുദ്ധത്തിന് വേണ്ടി ബാബിലോൺ വരുമ്പോൾ 4 സൈന്യം അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. And in verse 9, 4 armies are supporting this city. എത്യോപ്യ, മിസ്രയീം, ലിബിയ, പ്യൂത്യർ എന്ന് പറഞ്ഞാൽ ഹാമാനിന്റെ മൂന്നാമത്തെ മകനായ പുത്തിന്റെ വംശജരാണ്. Ethiopia, Egypt, Put and Libim, those are the countries which are supporting this city. 4 സൈന്യം അവർക്ക് സപ്പോർട്ടിന് വന്നു. And these 4 armies came to help them. 10ാമത്തെ വാക്യം കാണിച്ച മോനെ. Verse 10. എന്നിട്ടും Yet അവളെ ദൈവം എന്ത് ചെയ്തു? ആ പട്ടണത്തെ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് ദൈവം നശിപ്പിച്ചു. And yet she became an exile. നശിപ്പിച്ചപ്പോൾ 12ാമത്തെ വാക്യം കണ്ടോണേ. And in verse 12, മെസ്സേജിലേക്ക് വരാം, പ്രധാന മെസ്സേജിലേക്ക് വരാം. 12ാമത്തെ വാക്യം കേട്ടെ. അവരുടെ കോട്ടകൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ. and how are their fortresses, they said? ഒരു അത്തിവൃക്ഷത്തിൽ പഴുത്തു നിൽക്കുന്ന ഒരു പഴം തിന്നാൻ വേണ്ടി ആരെങ്കിലും താഴെ വന്ന് ഒന്ന് കുലുക്കിയാൽ അവരെ വായിലേക്ക് വീഴുന്നത് പോലെ കോട്ട വീഴാൻ പോകുന്നു, ബലഹീനമായിരിക്കുക. And their fortress is like a fig tree with ripe fruit. When someone shakes it, it would come down. 13ാമത്തെ വാക്യം, നിന്റെ ദേശത്തിലെ വാതിലുകൾ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു. And the gates of the lands are opened wide to your enemies. ഞാൻ ആ വാക്യം വായിക്കുന്നില്ല. 18ാമത്തെ വാക്യത്തിൽ Verse 18. കോട്ട വീഴാൻ നിൽക്കുമ്പോൾ, And as the fortress is about to ശത്രു fall, കയറി തകർത്തോണ്ടിരിക്കുമ്പോൾ, as the enemy is entering and destroying നിന്റെ it, ഇടയന്മാരെന്താ ചെയ്യുന്നത്? and what are the shepherds doing? ഷെപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ഉറക്കെ പറഞ്ഞേ. What are the shepherds doing? അവര് ഉറങ്ങുന്നു. The shepherds are sleeping. അവിടുത്തെ കുലീനന്മാർ, നോബിൾ എന്ന പദം ചിലർ ഹോളി പീപ്പിൾ എന്നാണ്. അവിടുത്തെ ഹോളി പീപ്പിൾ എന്ത് ചെയ്യുന്നു? They are take rest. അവർ വിശ്രമിക്കുന്നു. And the nobles, or in some versions it says the holy people, they are lying down and taking rest. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരുന്നപ്പോൾ, and when the people who are supposed to respond kept silent, when the people who are supposed to keep God വിശുദ്ധന്മാർ വിശ്രമിക്കാൻ പോയപ്പോൾ, when the holy people were taking rest, ജനം പർവ്വതത്തിൽ ചിതറി, and people were scattered upon the mountains, കൂട്ടിച്ചേർക്കാൻ ആരുമില്ല, and there were no man to gather them. 19ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവരെ മുറിവുകൾ ഉണക്കാൻ പറ്റത്തില്ല. And there is no relief of their breakdown. അവരെ കേടിന് ഉപശാന്തിയില്ല. Their wound are incurable. വല്ലാത്തൊരു പരാജയത്തിലേക്ക് ഈ ജനത്തെ പാപത്തെ തള്ളിവിടുകയാണ്. And they are going to a great failure because of the sin. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു വാണിംഗ് തരികയാണ് ദൈവം. And standing in the midst, God was giving them a warning in chapter 2 verse 1. വാണിംഗ് പറയുകയാണ്. The warning the prophet gives. എന്താണ്? എന്നോട് ചേർന്ന് പറഞ്ഞോ, ആരൊക്കെ പറയാൻ പറ്റും? സംഹാരകൻ. The one who scatters. നമ്മളെ സ്കാറ്റർഡ് ചെയ്യുന്ന, The enemy who scatters us. കയറി വരുന്നു. He is coming against you. 4 കാര്യം ചെയ്യുക. 4 things you need to do. മക്കളെ, ഒരു 4 കാര്യം വെച്ചിട്ട് അടുത്ത 15 മിനിറ്റ് 4 കാര്യം വെച്ച് കുറേ കാര്യം പറയും. നിങ്ങൾ എഴുതിക്കോണം. പറ്റുമെങ്കിൽ മോനെ ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പ് ഇടുക. കുഞ്ഞുങ്ങൾ എഴുതിയെടുത്തോട്ടെ. ഞാൻ 10 പോയിന്റ് ടൈപ്പ് ഇടുക. ഒന്ന് എന്താണ് പറയുന്നത്? The first thing that you need to do is, എൻ്റെ സന്ദേശ തലവാചകം അതാണ്. എന്താണ്? Man the fortress. The first thing that we need to do when the enemy comes against you is to keep the fortress or man the fortress. രണ്ടാമത്തെ നിന്റെ വഴി, അതൊക്കെ നടത്ത അവസരങ്ങളിൽ സംസാരിക്കുക. ഇത് മാത്രം ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത 15 മിനിറ്റ് നിങ്ങളുടെ വഴി നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. And you have to watch the road. മൂന്നാമത് അരമുറുക്കാന്ന മലയാളത്തിൽ മറ്റൊരു ഭാഷയിൽ കൊടുത്ത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആയുധങ്ങൾ റെഡിയാക്കുക. You are ready to battle. യുദ്ധത്തിന് തയ്യാറാകുക. Strengthen your back, or in another version it says be ready for a war. നാലാമത്തെ കാര്യം, and the fourth thing, നിങ്ങളെ തന്നെ ഒന്ന് എന്ത് ചെയ്യുക? ചേർന്ന് പറഞ്ഞാൽ ശക്തീകരിക്കാൻ പറഞ്ഞാട്ടെ. and you have to strengthen yourself. ശക്തീകരിക്കാന്ന് പറഞ്ഞാട്ടെ. Strengthen yourself. നമുക്ക് നമ്മെ തന്നെ ആത്മാവിൽ ശക്തി. Come on, എല്ലാവരും പറഞ്ഞാട്ടെ. ആത്മാവിൽ ശക്തീകരിക്കുക. എന്നോട് ചേർന്ന് പറഞ്ഞേ. Come on.
strengthen ourselves in ആത്മമണ്ഡലത്തിൽ the ഈ spirit. പകല് എനിക്ക് Hallelujah. ശാരീരികമായ സൗഖ്യമില്ലെങ്കിലും ദൈവം നൽകിയ നിയോഗം ഞാൻ വിളിച്ചു പറയുകയാണ്. ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയുകയാണ്. ആത്മാവ് ശക്തിപ്പെടാൻ ചില പ്രിയപ്പെട്ടവർ ഇപ്പോൾ തയ്യാറായ മതിയാകുള്ളൂ. ശംഖാരകൻ നമ്മുടെ കോട്ടയെ തകർക്കാൻ പോവുകയാണ്. Amen. Hallelujah. When the enemy is coming against you, we have to strengthen ourselves spiritually. നിങ്ങൾ ഇത് കാണുന്നത്, ഇത് ഈ കാണുന്ന കോട്ട എന്ന് പറയുന്നത്, ഈ പിക്ചർ എന്ന് പറയുന്നത് UP-ലെ ഗോളിയാർ ഫോർട്ടാണ്. ഗോളിയാർ This is a Fort Goliar in Uttar Pradesh. ഞാൻ ഇത് പോയി കണ്ടിട്ടുണ്ട്. And I went to watch ഞങ്ങൾ it. അടുത്തിടയ്ക്ക് രാജസ്ഥാനിൽ പോയപ്പോൾ ചില കോട്ടകൾ കണ്ടു. And when I went to Rajasthan recently, we went to watch some forts. പ്രധാനപ്പെട്ട കോട്ടകൾക്കെല്ലാം ഈ കോട്ട മതിലിന്റെ മുകളിൽ ഇങ്ങനെ കൊത്തളങ്ങൾ, നമ്മൾ വാച്ച് ടവർ, കൊത്തളം എന്ന് മലയാളത്തിൽ പറയും, വാച്ച് ടവർ ഉണ്ടാക്കി വെക്കും. And in most of the forts, they will have a watchtower as we see in the picture. വാച്ച് ടവറിനകത്ത് ഉണ്ടാക്കിയിട്ട് അവരൊരു വാച്ച്മാനെ വെക്കും. And after building the watchtower, they will place or appoint a watchman in ഒന്നാമത്തെ that. പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, 4 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ വാച്ച്മാൻ. ഒരു വാച്ച്മാന്റെ 4 ഉത്തരവാദിത്തങ്ങൾ. And a watchman has at least 4 major ഈ responsibilities. വാച്ച് എന്ന പദം, എന്നെ കേട്ടെ, കണ്ണൂർന്നിരുന്നേ, എന്നെ കേട്ടെ, വാച്ച് എന്ന പദം നമുക്ക് തന്നെ എന്താണ്? കാക്കുക എന്നുള്ളതാണ്. So the word watch means you have to keep guard. നമ്മളെ ദൈവം ഒരു ഭവനത്തിന്റെ വാച്ച്മാനായിട്ട് നിർത്തിയെങ്കിൽ, ഒരു ദേശത്തിന്റെ വാച്ച്മാനാക്കി വെച്ചെങ്കിൽ, ദൈവം നമുക്ക് നൽകിയ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി, നാം ആ കോട്ട എന്ത് ചെയ്തോണം? ചേർന്ന് പറഞ്ഞേ, കാത്തോണം. ഒന്ന് വായിക്കുമോ? എസ്കേ പ്രവചനം 33. ആരെങ്കിലും മലയാളത്തിൽ ഉറക്കെ വായിക്കണേ. എസ്കേ പ്രവചനം 33-ാം അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിക്കുമോ? Chapter 33 verses 1 through 7. ഉറക്കെ വായിച്ചേ, വേഗത്തിൽ വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. പാസ്റ്റർ ഒരു മിനിറ്റ്, സഹോദരങ്ങൾ, ഇവിടെ വിശ്വാസിയോ മക്കളൊന്ന് വായിച്ചേ, ആരെങ്കിലും ഒന്ന് വായിച്ചേ, വായിച്ചേ. താങ്ക് യു നൗഷാച്ച. നിന്റെ സ്വന്തം ജാതികളോട് പ്രവചിച്ച് പറയണം. ദൈവം പറയണം, എസ്കേലേ, നിന്റെ സ്വന്തം ജാതികളോട് നീ എന്ത് ചെയ്യണം? പ്രവചിച്ച് പറയണം. 1, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം. എന്തിനായിട്ടാണ്? കോട്ടയുടെ മുകളിൽ വാച്ച് ടവറിൽ ഇരുത്താൻ. വായിക്കുമോ? വെച്ചാൽ അടുത്ത വാക്യം, ആ മനുഷ്യൻ ഒന്നാമത് ആ മനുഷ്യൻ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, കാക്കണം. അതിലേക്ക് വരിക. നമ്മൾ എന്തിനാ അവിടെ കൊണ്ട് വെച്ചേക്കുന്നേ? എന്തിനാ വെച്ചേക്കുന്നേ? എന്തൊക്കെ കാക്കണം നമ്മൾ? So what all things we have to guard? നമ്മൾ ആരുടെയൊക്കെ കാവൽക്കാരാണ്? No, you are the watchman of all who? നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം, നെഹമ്യാവിന്റെ പുസ്തകം, the book of Nehemiah, അതിനകത്ത് 7:3 നോക്കിക്കേ. നെഹമ്യാവ് 7:3 എടുത്ത് നോക്കിക്കേ. chapter 7 verse 3. Nehemiah നെഹമ്യായ 7 verse 3. കാവൽക്കാരെ നിയമിച്ചു. ഓരോരുത്തൻ താൻ തന്റെ കാവൽ സ്ഥലം കൊടുത്തിട്ട് താൻ തന്റെ വീട്ടിന്റെ നേരെ എന്ത് ചെയ്തു? ഹലോ, ഒന്നാമത് അവനവന്റെ വീട്ടിന്റെ മുമ്പിൽ കാവൽ നിൽക്കണം. So the first responsibility of a watchman to watch his household. നമ്മൾ ആരുടെ വാച്ച്മാനാ? You are the watchman of who? പാസ്റ്റർ സന്തോഷ്, താങ്കളുടെ വീട്ടിന്റെ വാച്ച്മാനാ. ഒന്നാമത് തന്റെ ഫാമിലിയുടെ വാച്ച്മാനാ. So number 1, you are the watchman of your own house. നിങ്ങളുടെ ഭവനത്തിന്റെ വാച്ച്മാനാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know that you are the watchman of your own house? നിങ്ങളുടെ തലമുറ പിടിച്ചോണ്ട് പോകാൻ ശത്രു കയറി വരുമെന്ന് കാണാമോ? Can you see, the enemy coming to take our children? സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വതന്ത്രം. ഇതിനോട് വചനത്തിൽ പ്രതികരിക്കാൻ ജനം തയ്യാറാകണം. നമ്മൾ നമ്മുടെ ഒന്നാമത് നമ്മുടെ ഭവനത്തിന്റെ വാച്ച്മാന്മാരാണ്. Number 1, you are the watchman of your own household. ആരെ കാക്കണം ഞാൻ? Who should I watch? ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ ആത്മമണ്ഡലത്തിൽ കാക്കണം. I have to watch my wife and my children in the spiritual realm. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കാക്കണം, ആത്മമണ്ഡലത്തിൽ കാക്കണം. You have to watch your children in the spiritual realm. ഇന്ന് പകൽ ആത്മാവിൽ തീരുമാനമെടുത്ത് പോകണം. ഞാൻ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ കാവൽക്കാരനായി നിൽക്കുമെന്ന് ഒരു തീരുമാനത്തോടെ വേണം ഇന്ന് പകൽ പോകാൻ. Take a decision that I will keep guard of my family. രണ്ടാമത് എവിടെ നമ്മൾ കാവൽ നിൽക്കണം? Number 2, where should you watch? നമ്മൾ വായിച്ച 33 ഒന്നാമത്തെ വാക്ക്, ദേശത്തിന് കാവൽ നിൽക്കണം. Chapter 33 verse 1 of Ezekiel, you have to watch your city. ദേശത്തിലെ തന്റെ ജനങ്ങളുടെ ഒന്നാമത്തെ വാക്യത്തിൽ ജനത്തിന് വേണ്ടി കാവൽക്കാരെ നിർത്തണം. You have to keep watchman for the city. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനാ ആൽബനി അയച്ചേ? Dear people, why you were sent to Albany? നിങ്ങൾ ആരെങ്കിലും നേരത്തെ ജനിച്ചു വീണപ്പോഴേ
നിങ്ങൾ പറഞ്ഞാൽ ദൈവത്തോട്, ദൈവമേ എനിക്ക് ആൽബനി പോകണമെന്ന് പറഞ്ഞായിരുന്നു? No, did anyone of you ask God that, Lord, I want to go to Albany? പറഞ്ഞായിരുന്നോ? Did you tell God that this is where you want to be? ആദ്യമായിട്ട് ജോലിക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് ആൽബനി ഒന്ന് ദേശമുണ്ട് അവിടെ പോകണം? ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. And I did not pray that I should come to Albany. ദൈവം നമ്മെ അയച്ചു. But it is God who sent ഞാനിങ്ങനെ us പറയും, here. ജോസഫ് ആഗ്രഹിച്ചില്ല Joseph did not want to മിസ്രൈമിൽ go. പോകണമെന്ന്. He did not want to go to Egypt. ആഗ്രഹിച്ചോ? Did Joseph want to എന്നോട് go? പ്രതികരിക്കുക, ആത്മമണ്ഡലത്തിൽ പ്രതികരിക്കുക. Amen. അവർ ആഗ്രഹിച്ചോ? No. പക്ഷെ God sent him. Amen. അവൻ ജോസഫിനെ മിസ്രൈമിൽ അയച്ചു. It is God who sent Joseph to Egypt. അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത സഹോദരന്മാർ വിറ്റെന്നാണെങ്കിൽ ദൈവം എഴുതിയ വാർത്ത എന്താണെന്നറിയാമോ? 105 സങ്കീർത്തനത്തിലുണ്ട്, ഞാൻ എന്റെ ദാസനാകുന്ന ജോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചു തന്റെ സഹോദരങ്ങൾക്ക് ക്ഷാമത്തെ മാറ്റാൻ. Hallelujah. If you know the newspaper title that Joseph was taken to Egypt, God wrote it down in such a way that I send my servant Joseph to Egypt. നിങ്ങൾ പ്രാർത്ഥിക്കാതെ, നിങ്ങൾ അറിയാതെ വഴികൾ ഒരുക്കി ഈ പട്ടണത്തിൽ കൊണ്ടുവന്നെങ്കിൽ ദൈവമൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പട്ടണത്തെ കാവൽ ചെയ്യാൻ ദൈവം നമ്മെ കണ്ടെത്തിയിരിക്കുക. ആത്മാവിൽ കരമടിച്ചെന്ന് പ്രതികരിക്കാൻ കഴിയും പറഞ്ഞാട്ട് എന്നെ കാവൽക്കാരനാക്കി ഈ പട്ടണം നിർത്തിയിരിക്കുക. നിന്റെ കാവൽ മാറിപ്പോകല്ലേ. Thank you, Jesus. Hallelujah. മൂന്നാമത് നമ്മൾ കാവൽക്കാരാരെന്നറിയാമോ? 84 സങ്കീർത്തനം 10 വാക്യത്തിലുണ്ട്. Psalms chapter 84 verse 10 we will see who are we watching. കോരഹപുത്രന്മാർ പറയുന്ന പ്രാർത്ഥനയാണ്. This is what the sons of Korah pray. ആലയത്തിന്റെ വാതിൽ കാവൽക്കാരാ. Amen. Oh. I will be a doorkeeper in the house of my God. Hallelujah. Amen. കുടുംബത്തിൽ മിസ്റ്റേക്ക് പറ്റി, അപ്പന് മിസ്റ്റേക്ക് പറ്റി, അമ്മയ്ക്ക് മിസ്റ്റേക്ക് പറ്റി. പക്ഷെ കോരഹപുത്രന്മാർ ആലയത്തിൽ പോയി കിടന്നിട്ട് പറയുക, ദിസ് ഈസ് മൈ ഡിസയർ, ദിസ് ഈസ് മൈ ഇന്റൻഷൻ. ഇതെന്റെ ആഗ്രഹമാ, എനിക്ക് ഈ ആലയത്തിന്റെ കാവൽക്കാരനായി കിടക്കണം എന്ന് പകൽ പറഞ്ഞാട്ട് എനിക്ക് എന്റെ ദൈവം എനിക്ക് നൽകിയ ഫെലോഷിപ്പിന്റെ കാവൽക്കാരനാ ഞാൻ. എത്ര പേര് അമ്മ പ്രതികരിക്കും? ഞാനൊരു വാച്ച്മാനാണ്, ഇതിനെ കാക്കാൻ എന്നെ ആക്കിയത്. Hallelujah. The Korah, sons of Korah, when their father went away from the Lord, they took a decision saying, the Lord, this is our desire that I will be rather a doorkeeper of the house of the Lord. കത്തദാസനെ ഡോക്ടർ റോണി, താങ്ക് യു ഫോർ പവർഫുൾ മെസ്സേജ്. ഞാൻ രാത്രി 2:30 വരെ എനിക്ക് ഉറക്കം വന്നില്ല മോനെ. ദൈവദാസനെ വളരെ ഭാരപ്പെട്ട് ഞാനൊരു പരാജയമാണോ, എൻ്റെ ജീവിതം പരാജയമായി പോയി, എൻ്റെ മക്കൾ പോയോ, എൻ്റെ കുഞ്ഞുങ്ങൾ പോയോ എന്നൊക്കെ പറഞ്ഞ് ആലയത്തെക്കുറിച്ച് വല്ലാതെ നിരാശപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി, മെനഞ്ഞാന്ന് രാത്രി ഞാൻ വല്ലാതെ 2:30 മണി വരെ എൻ്റെ ബേസ്മെൻറ്റിൽ പട്ടിലേക്ക് കടന്ന് എനിക്കറിയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞറിയാമോ, തളരരുത്, നിരാശപ്പെട്ടു പോകല്. സിറ്റിയിലെ കാവൽക്കാരൻ നീ, ചർച്ചിന്റെ കാവൽക്കാരൻ നീ, മിസ്റ്റേക്കുകൾ കണ്ട അതിന് കാവൽ നിൽക്കേണ്ടവൻ നീ. ഇന്ന് പകൽക്കാലം എത്തവർ ആത്മാവ് ജയമേറ്റെടുക്കും. എന്നെ കാവൽക്കാരനാക്കി ഈ പട്ടം നിർത്തിയതിനായി, ഭവനത്തിൽ നിർത്തിയതിനായി, ദേശത്ത് നിർത്തിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എവിടെയൊക്കെ കാവൽ നിൽക്കണം ഞാൻ പറഞ്ഞു. വേഗത്തെ കാവൽ നിൽക്കണം. ഫോർത്ത് വൺ ഒരിക്കലും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീനോട് ദൈവം ചോദ്യം, കായീനെ, where is your brother? നിന്റെ സഹോദരൻ എവിടെ? There is a question that God asked Cain that where is your brother Cain? തിരിച്ച് മറുപടി, കായീന്റെ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember what Cain answered God? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? Am I the keeper of my brother? The watchman of my brother? മറുപടി കർത്താവ് യെസ് നോ പറഞ്ഞില്ല, ഒരു മറുപടി പറഞ്ഞു. No, God did not say yes or no, but God answered in a different way. കാവൽക്കാരനാണോ കാവൽക്കാരൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഭക്തന്റെ നിലവിളി കേൾക്കുന്നു. God did not say that you are the watchman, but God said I hear a cry. നീ കാക്കണ്ടടുത്ത് കാക്കാതിരുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ കരയുന്നു. Because you did not keep guard of what you were in charge of, now people are crying. സഹോദരന്മാർ കേൾക്കുന്നുണ്ടോ? നിന്റെ സ്വന്തം സഹോദരനെ കാക്കാൻ വേണ്ടി നിന്റെ കരം നീ കാക്കണ്ടവനായിരുന്നു, പക്ഷേ നീ കാക്കാഞ്ഞതിനാൽ, നീ പ്രതികാരം വീട്ടിയതിനാൽ അവന്റെ നിലവിളി ഉയരുന്നത് കൊണ്ട് പറയുകയാണ്, നീ കാവൽക്കാരൻ തന്നെയാ. Amen. Hallelujah. Because you were in charge of your brother, but you did not do it faithfully. Now he is crying and God was telling indirectly. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കാക്കാം. Can you take a decision that I will keep watch of my brothers? യേശു പറഞ്ഞ പോലെ പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഉള്ളത്. And as pastor said, we all fail at times. മക്കളെ, എന്നെ കേട്ട കുഞ്ഞുങ്ങളെ,
പരാജയങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വലിച്ചെറിയുന്നതിനേക്കാൾ നല്ലതുണ്ടല്ലോ. നമുക്കൊന്ന് അവരെ ഒന്ന് No, rather than cover exposing ചെയ്യാന്നേ. them, can you cover them and keep guard of them? പഴയ നിയമത്തിൽ അപ്പൻ നഗ്നനായി കിടക്കുന്നത് ഒരു മോൻ കണ്ടപ്പോൾ മോൻ എന്താ ചെയ്തേ? അവൻ ഓടി വന്ന് ഒരു മുണ്ടെടുത്ത് അങ്ങോട്ട് മറച്ചിട്ടേച്ച് പോയി പറഞ്ഞു, കേട്ടെ, മറക്കേണ്ടതിനെ മറച്ച് കവർ ചെയ്യേണ്ടതിനെ കവർ ചെയ്ത് സഹോദരന്മാരെ ഒന്ന് കവർ ചെയ്ത് നിർത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, ഞാൻ ആത്മാവിൽ പ്രതികരിക്കുന്നു, വചനത്തെ ശക്തമായി നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വിടുകയാണ്. ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, വി ആർ ദ വാച്ച്മാൻ. നമ്മൾ ദൈവത്തിൻ്റെ കാവൽക്കാരാണ്. എന്തിൻ്റെ കാവൽക്കാരെന്നറിയാമോ? പട്ടണത്തിൻ്റെ, ഭവനത്തിൻ്റെ, സഹോദരന്മാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ കാവൽക്കാരാണെന്ന് തിരിച്ചറിയ ദൈവമക്കൾ ഞങ്ങത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എന്നെ കാവൽ ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. പാപത്തെ നമുക്ക് ഐഡിയിൽ വെക്കാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കൽ പുറത്തു കൊണ്ടുവരും. അതിനു മുമ്പ് ദൈവം പറയുകയാണ്, നിന്റെ കോട്ട നീ കാത്തോ, സംഹാരകൻ കയറി വരികയോ. No one can, keep on sinning. It will be exposed one day. But God is warning us. We have to take watch of our fortress. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി വാച്ച്മാന്റെ, The first responsibility of the watchman is to watch. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, The second responsibility, ഈ എസെക്കിയേൽ 33ന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്. Ezekiel chapter 33 verse 3. അത് ഇങ്ങനെയാണ് പറയുന്നത്. That is what it says like നീ this. കാഹളം ഊതണം. You have to sound the trumpet. വാച്ച്മാന്റെ രണ്ടാമത്തെ റെസ്പോൺസ് കാഹളം ഊതണം. To blow the trumpet. കണ്ടോ? നിങ്ങൾ എന്നെ കണ്ടായിരുന്നോ? 33 verse 3. Chapter 33 verse 3. കാഹളം എന്തിനാ ഊതുന്നേ? What is the trumpet blowed for? എന്നിട്ട് കാഹളം ഊട്ടി എന്താ പറയേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചേ. And it says what you should say when you blow the trumpet. വായിച്ചോ. നീ കാഹളം ഊതി ഓർമ്മപ്പെടുത്തണം. എന്താ ഓർമ്മപ്പെടുത്തേണ്ടത്? To remind people what? മുന്നറിയിപ്പ് നൽകണമെന്നാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? മുന്നറിയിപ്പ് നൽകണം. വായിക്കുമോ? രണ്ടാമത്തെ വാക്യം വായിച്ചോ. അതിൽ കാണും, രണ്ടിൽ കാണും. രണ്ടാമത്തെ വാക്യം വായിച്ചോ. കരുതിക്കൊള്ളാതിരുന്നാൽ മുന്നറിയിപ്പുകൾ നൽകേണ്ട ഉത്തരവാദിത്വം ആരുടേതാ? കാരണം ഈ മനുഷ്യൻ കണ്ടു. ഈ മനുഷ്യൻ എന്തോ നമ്മൾ ഈ കിടന്ന് ഉറങ്ങുമ്പോൾ അതിന്റെ മണ്ടയിൽ കൊത്തളത്തിൽ ഒരാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കാണുകയാണ്. ആരോ കയറി വരുന്നു. എന്ത് ചെയ്യണം? കാഹളം ഊതണം. കാഹളം ഊതുമ്പോൾ ഈ ഇതിനകത്ത് കിടക്കുന്ന ജനം ഉണരും. ഉണർന്നാവണേ പുള്ളി പറയണ്ടെന്ന് അറിയാമോ? സംതിങ് is coming against you. നമുക്കെതിരെ എന്തോ വരുന്നുണ്ട്. ഹലോ. കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുക. When the whole city is sleeping, as the watchman is able to see enemy coming against him, he has to blow the trumpet and remind the people that the enemy is coming against you. ഏഴാമത്തെ വാക്യം verse 7. Verse 7. I'm not explaining it. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. The third responsibility in verse 7. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കേട്ടിട്ട് എൻ്റെ നാമത്തിൽ ജനത്തോട് പറയണം. The responsibility, third responsibility of watchman is എന്തെന്നറിയാമോ? ദൈവശബ്ദം കേൾക്കണം. So the third responsibility of a watchman is to hear from the Lord, hear of the Lord. നിങ്ങളുടെ വീട്ടിൻ്റെ വാച്ച്മാനാണ്. സഹോദരരെ, നിങ്ങളുടെ വീട്ടിലെ വാച്ച്മാനാണ്. പാസ്റ്ററെ, നിങ്ങളുടെ വീട്ടിലെ വാച്ച്മാനാണ്. ആരാ നിങ്ങളുടെ വീടിൻ്റെ ദൂത് പറയേണ്ടെന്നേ? You should sit down in the presence of the Lord. ദൈവസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, കർത്താവേ, ദൈവശബ്ദം എനിക്കിതാ. എൻ്റെ കുടുംബത്തോടൊരു ദൂത് പറയാൻ, എൻ്റെ സഭയോടൊരു ദൂത് പറയാൻ ഞാൻ ഈ ഉത്തരവാദിത്തം നിങ്ങളുടെ കരുത്തിൽ കൈമാറുക. ഇമ്പോർട്ടൻ്റ് കാര്യം 5 മിനിറ്റ് പറയാൻ എനിക്കുണ്ട്. നാലാമത്തെ കാര്യം. The fourth responsibility of a watchman is Isaiah chapter 21 verse 11. യെശയ്യാ പ്രവചനം 21ന്റെ 11ാമത്തെ വാക്യം. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. It reads like this. വായിക്കുമോ? ഭൂമിയെക്കുറിച്ചുള്ള പ്രവചനം. കാവൽക്കാരാ, രാത്രി എന്തായി? കാവൽക്കാരാ, രാത്രി എന്തായി? What of the night? എന്താ സമയം എന്താ എന്നാ ചോദിക്കുന്നത്. What of the night? What is hour of the night? ഈ കൊത്തളത്തിൽ ഒരു കാവൽക്കാരൻ രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കവളച്ചിരിക്കുമ്പോൾ, so as the watchman is sitting without any sleep at night in the watchtower, പോകുന്ന ആൾക്കാർ വാച്ച്മാനെ കണ്ടിട്ട് ചോദിക്കും, what is time? സമയം എന്തായി? So the people who are walking around, they will ask the watchman, what's the time of the night? പുള്ളി എന്ത് ചെയ്യണം? And what should the watchman say? He has to tell them what is the time of the night. ദേശത്തിന്റെ കാവൽക്കാരായി, കുടുംബത്തിന്റെ കാവൽക്കാരായിരിക്കുമ്പോൾ നമ്മൾ വന്നു നിൽക്കുന്ന കാലഘട്ടത്തെ കുറിച്ച്
തലമുറയോട് പറയേണ്ടവരാ നമ്മൾ. And as you are the watchman of the time and the watchman of your family and the city, you have to remind people of what is the watch of the night now. വീണ്ടെടുപ്പിന്റെ കാലം അടുത്തിരിക്കുന്നു. പാപത്തിലൂടെ ജീവിക്കാൻ, പാപത്തിന്റെ പുളപ്പിൽ ജീവിക്കാൻ ഇനി സമയമില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരാഹ്വാനം ദൈവജനത്തിന് ദൈവ പരിശുദ്ധാത്മാവ് ഈ പകൽ നൽകുകയാണ്. The watchman should be aware of the time and the coming of the Lord, and they have to warn people about this is the time of the night, that God's coming is soon. കാവൽക്കാരാ, നീ അറിയേണ്ട 4 നിന്റെ സ്വഭാവങ്ങളെ കുറിച്ചോട് പറയട്ടെ. And 4 more things, that a watchman should be aware of. അത് ഞാൻ പറഞ്ഞു 4 റെസ്പോൺസിബിലിറ്റീസ്. The first, I said about 4 responsibilities. എവിടെയാണ് നമ്മൾ കാവൽ ചെയ്യേണ്ട 4 കാര്യം ഞാൻ പറഞ്ഞു. What are the 4 places that you should be watchful about? കാവൽക്കാരന് വേണ്ട 4 ക്യാരക്ടർ. Now I want to tell you the 4 characters of characteristics of a കൊത്തളത്തിന്റെ watchman. മുകളിൽ കേറിയാൽ, കാവൽമുരത്തിൽ കേറിയാൽ, And once he is on top of the watchtower, ബഹുശ്രദ്ധയോടെ നീ ജാഗ്രതയുള്ളവരായി അലേർട്ട് he ആയിരിക്കണം. has to be very diligent. 2, അവൻ സഹിഷ്ണുതയോടിരിക്കണം. Number 2, he has to be very patient. 3, അവന്റെ കാഴ്ചപ്പാട് വിഷൻ ഉള്ളവനായി, And he has ദർശനമുള്ളവനായിരിക്കണം. to have a long vision. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിന്റെ ദർശനം മങ്ങിപ്പോയാൽ, നിന്റെ കണ്ണ് മങ്ങിപ്പോയാൽ, നീ അറിയാതെ കോട്ട പൊളിച്ചുകൊണ്ട് ആളകത്ത് കയറും. If you fall asleep and if your vision is not accurate, the enemy might come breaking your wall. ഈ വാച്ച് ടവറിന്റെ മണ്ടയിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ, 4ാമത്തെ കാര്യം. And the 4th thing is, the one who is sitting on the watchtower. ശത്രു ഇങ്ങനെ കയറി വരുന്ന കാണുന്നുണ്ട്. He is seeing the enemy coming. വെയിറ്റ്, ഞാൻ ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? He cannot say that, please give me a moment, let me go eat. മറ്റൊരു കാര്യത്തിൽ ഒരു വാച്ച്മാൻ ഇടപെടാൻ പറ്റത്തില്ല. So the watchman cannot indulge in other things. ആമേൻ. Amen. പാട്ടും കൂത്തും ലോകമൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. നിനക്കും ലോകത്തിനും ഇടയിൽ ഒരു വര വരച്ച് മതിൽ വെട്ടിയിട്ടോണം. എന്നിട്ട് ആ മതിന്റെ മേളിൽ നീ ഇരിക്കണം. നിനക്കും ലോകത്തിനും അശുദ്ധിക്കും വിശുദ്ധിക്കും തമ്മിൽ ചേർച്ചയില്ല. ഒരു മതിൽ കെട്ടി ഒരു വര വരച്ചിട്ടേച്ച് വേണം. ഐ ആം സിറ്റിംഗ് ടോപ്പ് ഓഫ്, ഞാൻ ഇതിന്റെ മാളിലേക്ക് ഇരിക്കാൻ പോകുക. ഒരൊറ്റയെണ്ണം ഈ മതിൽ ചാടി എൻ്റെ അകത്ത് കയറത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടത്തോടെ, ജാഗ്രതയോടെ, തീഷ്ണതയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, വചനത്തോടെ ഓരോ കാവൽക്കാരനും ഇരിക്കുവാൻ തയ്യാറായേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ശത്രു കടന്നു കയറി വരും. 2ാം വാക്യം ഒന്നും കൂടെ എന്നെ കാണിക്കും. 2ാമത്തെ വാക്യം ഞാൻ Verse 2 one more time. 2ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, Nahum chapter 2 verse 2. ഇങ്ങനെ നിങ്ങൾ കാത്താൽ എന്ത് കിട്ടുന്നെന്ന് അറിയാമോ? And if you do this, what would happen? My God is restoring. ഞാൻ നിന്റെ, എൻ്റെ ദൈവം, I will restore. ഞാൻ നിന്നെ റീസ്റ്റോർ ചെയ്ത് പദമുണ്ട്. God will restore, we read. കേട്ടോ, യാക്കോബിന്റെ മഹിമ, യാക്കോബിനെ ഇസ്രയേലാക്കിയ കഥ നിങ്ങൾ 2-3 ആഴ്ചകൾക്ക് മുമ്പ് യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ കേട്ടിരുന്നു. യാക്കോബിനെ എങ്ങനെയാണ് ഇത് ആരാക്കി മാറ്റിയത്? ഇസ്രയേലാക്കി മാറ്റിയത്. അതേപോലെ ഞാൻ നിന്നെ പണിത് 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 I will restore you. എന്ത് ചെയ്താലാ? എന്ത് ചെയ്താലാ? എന്ത് ചെയ്താലാ? പറഞ്ഞേ, എന്നോട് പറഞ്ഞേ. What should you do in order to restore the glory? കോട്ട കാത്തുകൊണ്ടാൽ, if you would watch your tower, വഴി പെർഫെക്റ്റ് ആക്കിയാൽ, and if you would keep your path straight. നിന്റെ ആയുധം ഏതൊക്കെയാ? നമ്മുടെ ആയുധം, ആത്മമണ്ഡലത്തിലെ ആയുധം, എഫേസ്യർ 6:10 മുതൽ അല്ലേ, 7 ആയുധങ്ങൾ ധരിച്ചാൽ, and if you would keep watch ready for the fight war, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ, and if you would strengthen yourself in the Lord and his mighty power, മടക്കി തരും. And God will restore everything that you lost. ജനം പിന്നെ മടങ്ങി വന്നു എന്നാ പറയുന്നത്. And the history says that the Israelites came back. പൊളിഞ്ഞു പോയ നിനവെ പട്ടണത്തിന്റെ മതിൽ കെട്ടിയവർ കേട്ടോ. And they restored the walls of the city of Nineveh. ഈജിപ്തുകാരെ വെല്ലുവിളിച്ചു നിന്നു ആ പട്ടണക്കാര്. And the people they challenged the ഇന്ന് പകൽ ദൈവത്തിന് അടി കൊണ്ടിട്ട് മടങ്ങി നിനവേക്കാര് വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം അടി കൊള്ളുന്നതിന് മുമ്പ് കോട്ട കാക്കാൻ തയ്യാറുള്ള എത്ര ഭക്തന്മാരകത്തുണ്ട്. ഈ വചനത്തിൽ പ്രതികരിക്കാൻ എത്ര ദൈവമക്കളുണ്ട്. എന്റെ തലമുറ ഈജിപ്തുകാർ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, മിസ്രൈമിൽ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ശത്രു കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ബാബിലോൺ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ലോകത്തിലേക്ക് ഇറങ്ങി അനുവദിക്കത്തില്ല. എന്റെ ജനത്തിന് വേണ്ടി കാവൽ നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് പകൽ പ്രതികരിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാൻ പോകുകയാണ്. Hallelujah, hallelujah, hallelujah. Hallelujah. Amen.
നിങ്ങളോട് ആരെങ്കിലും കാവൽക്കാരായ നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, ദേശത്തിൻ്റെ കാവൽക്കാരാ രാത്രി എന്തായെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇത് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാളാ മക്കളെ. ദിസ് ഇസ് എ ടൈം ഓഫ് എൻഡ്. ഇത് ഒരു അവസാനത്തിന് സമയമാണ്. No, if as watchmen of your family, your church and the community, തമ്മിലടിക്കാനും പോരുവിളിക്കാനും, if someone comes and asks you what is പ്രാർത്ഥനാമുറിയിൽ the ദൈവം time, എനിക്ക് നിയോഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. തമ്മിൽ വിളിക്കാനും പോര് വിളിക്കാനും ഗ്രൂപ്പ് കളിക്കാനും പാപത്തിൽ ജീവിക്കാനുമുള്ള സമയം തീർന്നു കേട്ടോ. പാപത്തെ താലോലിക്കുന്ന സമയം യൗവനക്കാരെ ചേർന്ന് കേൾക്കണം നിങ്ങൾ. നാളെ ആഴ്ച അടുത്ത ആഴ്ച എപ്പോഴും പറഞ്ഞ അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സന്ദേശം ഞാൻ കൈമാറുന്നു. പാപത്തെ താലോലിക്കാനുള്ള സമയം നിർത്തി തീർന്നു. ലോകത്തിൻ്റെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമയം തീർന്നു. ഇതൊരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. This is a time of our redemption. ഇത് വീണ്ടെടുപ്പിന്റെ സമയമാണ്. The time for our redemption is at hand. പറന്നു പോകാൻ കാലം നമ്മുടെ കണ്ണുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഒരു ഉൾപ്രാവണം, സഭയുടെ ഉൾപ്രാവണം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. കർത്താവിന്റെ സമയമായി എന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽ എൻ്റെ കോട്ട കാത്തുകൊള്ളാൻ ഈ കോട്ട മതിലകത്തെ കയറിയിരിക്കാൻ ഒന്ന് പ്രാർത്ഥന മനുഷ്യരായി മാറാൻ ദൈവം ഇന്ന് പകൽ ഒരാൾ അന്വേഷിക്കുകയോ. ഒരു ഓൾട്ടർ കോൾ മോനെ ഒരു വാക്യോടെ കാണിച്ചു. ഒരു ഓൾട്ടർ കോൾ. എഗസ്കേൽ പ്രവചനം 22:30 വാക്യം. Ezekiel chapter 22 verse 30. എഗസ്കേൽ പ്രവചനം 22:30. 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി, ഒരു കോട്ട കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഐ ആം സെർച്ചിങ് എ പേഴ്സൺ ഫോർ ഇന്റർസീഡിങ്. ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിക്കുന്നു. ആർക്കിന്ന് പകൽ പറ്റും ഈ മെസ്സേജിന് മുമ്പിൽ ലോർഡ് ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. മോളെ, God searching a person for interceding. God searching a man for interceding. God searching അപ്പച്ചൻ, ഒരപ്പച്ചനെ അന്വേഷിക്കുന്നു, ഒരമ്മച്ചി അന്വേഷിക്കുന്നു, ഒരു ഭക്തനെ അന്വേഷിക്കുന്നു. ഞാൻ ഇന്ന് പകൽ ഒരു ഓട്ടർക്കോൾ വിളിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ഭവനത്തിനൊക്കെ സംഹാരകൻ കയറി വരാതിരിക്കും. എന്നെ കേൾക്കുന്ന സോഷ്യൽ മീഡിയ കേൾക്കുന്നവരെ, സംഹാരകൻ നിന്റെ കോട്ട തകർത്തകത്ത് കയറി വരാതിരിക്കാൻ നിന്റെ വീട്ടിൻ്റെ അകത്ത് നീ കാവൽക്കാരനായി നിൽക്കണം. പാപത്തെ താലോലിക്കാതെ മടങ്ങി കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് പറ, ഗോഡ് സെർച്ചിങ് എപ്പോഴും ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു നിന്റെ വീടിന് വേണ്ടി കാവൽ നിൽക്കാൻ. എന്ന് പകൽ നീ തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ വീട്ടിൻ്റെ കാവൽക്കാരൻ ഞാനാ, എൻ്റെ സിറ്റിയുടെ കാവൽക്കാരൻ ഞാനാ, എൻ്റെ ചർച്ചിൻ്റെ കാവൽക്കാരൻ ഞാനാ. വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, കുറവുകൾ വന്നിട്ടുണ്ട്, തമ്മിൽ നമ്മൾ പോര് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫൈനൽ മെസ്സേജ് പോലെ നിങ്ങൾ കേട്ടെ, സ്നേഹിച്ച് മടങ്ങി വാ. നിങ്ങൾ പണ്ടിരുന്ന ആ പൊസിഷൻ ഒന്ന് കയറിയിരിക്കുക. നിങ്ങൾ പണ്ടിരുന്ന കാവൽ മാടത്തിലേക്കൊന്ന് കയറ്. നിങ്ങളെപ്പോൾ കാവൽ മാടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഇതിൻ്റെ സുഖ സൗകര്യങ്ങൾ കുറഞ്ഞു. അന്ന് മുതൽ പാപം ഞകത്ത് കയറി, അശുദ്ധി കയറി. ഒരു ദൈവദാസന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പുൽപ്പറ്റുന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കയറി നിൽക്കൂ, വീണ്ടും കയറി നിൽക്കൂ ആ കാവൽപുര മഠത്തിലേക്ക്. ദൈവം ഈ സഭയെ പണിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പറയുകയാണ്, കാവൽപുരക്കകത്ത് കയറാൻ ചില മനുഷ്യരെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് പകൽ യേശുവോട് ഞാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹമുള്ളവർ, തീരുമാനമെടുക്കാനുള്ളവർ ദൈവത്തോട് പ്രതികരിച്ച് നിങ്ങൾ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? മൈ ഗാഡ്, ഈശ്വർ കർത്താവ് എൻ്റെ ദൈവം സെർച്ച് ചെയ്യുകയാണ്. ഒരു പുരുഷനെ ആവശ്യമുണ്ട്. നിങ്ങളോട് ഇന്ന് രാത്രി ഇന്ന് പകൽ ചോദിക്കുക, സമയം എന്താ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ലോകത്തിലൂടെ ജീവിക്കുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം, ആത്മമണ്ഡലത്തിൽ അറിയാമെന്ന് പറയാൻ പറ്റുമോ? മോനെ, വീണ്ടെടുപ്പിന് സമയമായി മക്കളെ. ഇത് കണ്ടോ, മക്കൾ മാതാപിതാക്കളോട് എതിർക്കുന്നു. ഞാൻ തീത്തോസ് ലേഖനം 3-1 അന്ത്യകാല ദുർഘട സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ 12 കാര്യം പറഞ്ഞു. ഒന്നാ, സ്വന്തം സ്നേഹികളായി മാറുന്നു. മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭൂമി നടക്കുന്നത്, നമ്മൾ ഇന്ന് വരെ കണ്ടില്ലാത്ത പ്രോബ്ലംസ്. സമയം തിരിച്ചറിഞ്ഞ് പറയണം മക്കളെ, ഇതൊരു വീണ്ടെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവെ, ഞാൻ മധ്യസ്ഥ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കാൻ കഴിയുന്നത് എല്ലാവരും അതിനു വേണ്ടി എഴുന്നേൽക്കണ്ട. അങ്ങനെ ആരെങ്കിലും കർത്താവ് സെർച്ച് ചെയ്യുന്നു, കോട്ട കാക്കാനായിട്ട് ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ കർത്താവ് സമർപ്പിക്കാൻ? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ട് തീരുമാനത്തോടെ, ഞാൻ എൻ്റെ വീടിനെ കാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ കാക്കാൻ പറ്റും? പ്രാർത്ഥിച്ച് കാക്കാന്നേ. എങ്ങനെ കാക്കാൻ പറ്റും? നമുക്ക് മസിൽ യുദ്ധമൊന്നും പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത്
മുട്ടയിൽ ഇരുന്നോണ്ടൊരു കരച്ചിൽ. ആ യുദ്ധം ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്ക് പറ്റും നിന്റെ വീടിന് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും ഈ ചർച്ചിന് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും സിറ്റിക്ക് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും? ദൈവം ചോദിക്കുന്നു, ദൈവം അന്വേഷിക്കുന്നു. മധ്യസ്ഥ അണയ്ക്കാൻ ആളിനെ വേണം, ഇല്ലെങ്കിൽ സംഹാരകൻ കടന്നു കയറും. ഓ ജീസസ്. കാവൽക്കാരാ രാത്രി എന്തായി? ഒരു ഭക്തൻ ചോദിക്കുകയാണ്, കാവൽക്കാരാ രാത്രി എന്തായി? ദേശമെങ്ങും ഈ ദേശത്തിനെ കാവൽ ചെയ്യാനായിട്ട് ആക്കിയ കാവൽക്കാരോട് ദൈവം ചോദിക്കുന്ന വാക്യം എം. ചെറിയ സാർ എഴുതിയ ഒരു പഴയ പാട്ടിൻ്റെ വരികളാണ്. കാവൽക്കാരാ രാത്രി എന്തായി? ദേവാസനെ പാടാമോ? നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ചേർന്ന് പാടിക്കേ. വീണ്ടെടുപ്പിൽ ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി? ഓ ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി? നിന്നു കേൾക്കും നാദം എന്റെ കാതിൽ, കാവൽക്കാരാ രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കോ നാദം എന്റെ കാതിൽ, കാവൽക്കാരാ രാത്രി എന്തായി? വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാലമെല്ലാം തീരാറായല്ലോ. ഓ വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാവൽക്കാലം വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലേ ഞാൻ കേട്ടിടുന്നിതാ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലേ ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോയാം സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ഓ വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രുവിന്റെ മുമ്പിലെന്നതാ, തെല്ലുമേ ഭയം വിടില്ല നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയം നിടല്ല നീ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. പോയിടാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തയ്യാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ കാവൽക്കാരാ രാത്രി എന്തായി? ചേർന്ന് പറഞ്ഞേ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ കാവൽക്കാരാ രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദം എന്റെ കാതിൽ, കാവൽക്കാരാ രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദം എന്റെ കാതിൽ, കാവൽക്കാരാ രാത്രി എന്തായി? വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാലമെല്ലാം തീരാറായല്ലോ. ഓ വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. ഓ വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. അന്നു തന്റെ യുദ്ധർ നിത്യതയിലെന്നും നിത്യകാലം വാഴും ശോകമാ. അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും ശോകമാ. കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, പോർക്കളത്തിൽ നിൽക്കും, കാലമെല്ലാം തീരാറായല്ലോ. ഓ പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേ
പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധ സേവ ചെയ്തിടാ. കാഹളം മുഴക്കി കാലടികൾ വെച്ചു ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി, ഹളം മുഴക്കി കാലടികൾ വെച്ചു ശത്രുവിൽ മുന്നിൽ വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം വന്നിടും പ്രഭാതം, വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്നുദിക്കും സൂര്യനാ. അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമായി വിശ്വാസത്തോടെ. അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും അന്നു ശുദ്ധ, അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദം. ചേർന്ന് പറഞ്ഞ അന്നു തന്റെ വിശുദ്ധ, അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമാ. പ്രത്യാശയുള്ളവർ അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമാ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിനെ വിശ്വം ആരാധിച്ച് എല്ലാ കരങ്ങളും പഠിച്ച് ശമാനാര ഹഥരാധന ഹസിയാന്തന എല്ലാ കരങ്ങളും അടിച്ച് ആരോഗ്യമുള്ള ദൈവത്തിന്റെ മക്കൾ എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ഒരു വിശ്വം സ്തുതിച്ചാട്ട് എല്ലാ കരങ്ങളെ അടിച്ച് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വചനത്തോട് പ്രതികരിച്ച് ആത്മമണ്ഡലം ചലിച്ചു ദൈവത്തെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ഹേ ഹല്ലേലൂയ ആരാധന ഹസിയാന്തന റവാന ഘടക ശസിയ ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും താഴ്മയോടെ എടുത്തു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് സ്തോത്രം, അങ്ങയുടെ മുന്നറിയിപ്പുകൾക്ക് സ്തോത്രം. ഈ വചനത്തിനു മുമ്പ് ഞങ്ങളെ സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ചെയ്തുകൊണ്ട് അങ്ങയുടെ വരവ് വരെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആ മേൽവരെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നഹൂം പ്രവചന പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ മലയാള ആരാധനയിലെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നു. നഹൂമിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. Nahum chapter 2 verse 1. അതിങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിൻ്റെ മഹിമയെ ഇസ്രയേലിൻ്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. ഇന്ന് പകലത്തെ വേദവചന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നൽകിയത് ദൈവസഭയ്ക്ക്, ദേശത്തിന്, കുടുംബങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അതിങ്ങനെയാണ്: സംഹാരകൻ കടന്നു വരുന്നു, അതുകൊണ്ട് നിങ്ങൾ കോട്ട കാത്തുകൊള്ളുക. This verse reads like this: the one who scatters has come up against you. Man the fortress, watch the road, strengthen your back, summon all your strength. For today's meditation, God's Spirit put in my heart that we have to be careful and be warned against the one who is the one who scatters. എല്ലാവരും പുസ്തകം എടുക്കണം. കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഡു യു ഹാവ് ബൈബിൾ? പ്ലീസ് ടേക്ക് ഇറ്റ്. സെക്കൻഡ് റോയിലിരിക്കുന്ന ടീനേജേഴ്സ്, ബിഗ് ലേഡീസ്, നിങ്ങളുടെ ബൈബിൾ എടുക്കുക. Teenage big ladies in the second row, I need your attention as well as the young kids. And if you have Bible, please open and pay attention. 3 അധ്യായമുള്ള 47 വാക്യമുള്ള ഒരു കൊച്ചു പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഒരു ചിന്ത പറയുകയാണ് ഞാൻ. So this is a book of Nahum. It's a very small book with only 3 chapters and 47 verses. 47 verses. 47 verses only. ഇതിനകത്ത്
പഴയ നിയമത്തിൽ നമുക്ക് 17 പ്രവചന പുസ്തകങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. In the Old Testament, we have 17 books of prophecy. 12 ചെറിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നു. 12 of them are known as minor prophets. 5 പേര് മേജർ പ്രോഫറ്റ്സ്, വലിയ And 5 പ്രവാചകന്മാർ. of them are major prophets or big prophets. ഈ പ്രവാചകന്മാര് ഇസ്രയേലിനോട് പ്രവചിക്കുന്ന പ്രവചനങ്ങളാണ്. So these prophets are talking to Israelites. ജാതികളായ രാജ്യങ്ങളോടും രാജാക്കന്മാരും പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രധാനമായി തൻ്റെ ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രവചിക്കുകയാണ്. Though they prophesy to the Gentiles at times, mostly they are speaking to God's own people. നഹൂം എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസം എന്നാണ്. The word Nahum means comfort. നെഹമായ എന്ന വാക്കിൻ്റെ ഷോർട്ടാണ്. ജെറമായ എന്ന് വിളിക്കുന്നതിന് പകരം ജെറമി എന്ന് വിളിക്കുന്നത് പോലെ, ഏബ്രഹാം എന്ന് വിളിക്കുന്നതിന് പകരം എബി എന്ന് വിളിക്കുന്നത് പോലെ നെഹമായ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ആശ്വാസം എന്ന് പറയുന്ന നഹൂം. So Nahum is a short form of Nehemiah, like we call Abraham as Ebi or Jeremiah as Jeremy. So Nahum like means comfort, and it's a shortened form of Nehemiah. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കണം. നിങ്ങൾ 47 വാക്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ എന്നെ നോക്കണം. ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് നിനവ എന്ന പട്ടണത്തോടെയാണ്. So this prophet Nahum is prophesying to the city called Nineveh. ഇപ്പം നിനവ എന്ന പട്ടണം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പുസ്തകം ഏതായിരിക്കും? So as soon as you hear Nineveh, which book comes to your mind? യോനയുടെ പുസ്തകമാണ്. The book of Jonah, that's right. യോനയോട് ദൈവം പറഞ്ഞു നിനവ പോയി പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. So God told Jonah to go and preach to Nineveh. ആ മനുഷ്യൻ ആദ്യം എന്ത് ചെയ്തില്ല? So what did Noah what Jonah didn't do first? ആദ്യം പോയില്ല. He refused to go to Nineveh. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരും. താൻ പോകാനായ തീരുമാനങ്ങളിലേക്ക് ദൈവം അതിന്റെ വഴികൾ ഒരുക്കുന്നു. But God made him go to Nineveh by chapter 2. മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, താൻ രണ്ടാമതും നിനവയിലേക്ക് പോകുന്നു. So the third chapter starts like this. Jonah is going to Nineveh again. നിനവയിൽ താൻ പോയി പ്രസംഗിച്ചപ്പോൾ അന്നത്തെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും എന്ത് ചെയ്തു? പറഞ്ഞാട്ട് മാനസാന്തരപ്പെട്ടു. So when he went the second time, including the king, everyone in the city of Nineveh, they repented. ദൈവം അവരോട് ചെയ്യാൻ പോകുന്ന ആ പ്രതികാരത്തെ, ആ ശിക്ഷാവിധിയെ ഓർത്ത് അനുതപിച്ചിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവരെ അവിടുന്ന് വിടുവിപ്പാനായിട്ടിടയായി. Then because of their repentance of their sin, God showed mercy to them and withdrew his hand of punishment from the city of Nineveh in chapter 3. അത് കഴിഞ്ഞ് ഏകദേശം 100 വർഷം സമ്പൽ സമർത്ഥമായ നിനവയുടെ വർഷങ്ങൾ. After that, about 100 years, they had all the prosperity. അശൂർ അതിന്റെ രാജഭാരത്വം ഏറ്റെടുക്കുന്നു. And Assyria takes over the leadership of Nineveh. അടുത്തുള്ള ഈജിപ്റ്റ് ഉൾപ്പെടെ പല രാജ്യങ്ങളെയും അവർ കീഴ്വടക്കി അവർ സമ്പൽ സമർത്ഥമായി ജീവിക്കുന്ന 100 വർഷം. And these Assyrian kings takes over cities, countries including Egypt, and they have all the prosperity in their land now. ലോകം അറിയപ്പെട്ട ഒരു പട്ടണമായി മാറി. So Nineveh became one of the world famous cities at that time. യോനയുടെ പുസ്തകം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ Jonah chapter 3 verse 3, when we read, ഈ പട്ടണത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. so you can see a short explanation about the city. ഒരു മനുഷ്യൻ 3 ദിവസം നടന്നാൽ തീരുന്ന അതിമഹത്തായ ഒരു പട്ടണം. So Nineveh was an exceedingly great city, and it would take a man to walk 3 days in order to complete walking the city. ഈ സിറ്റി ചുറ്റുമായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. And city of Nineveh is surrounded by water. അത് ഈ ഞാൻ പറയുന്ന നഹൂം പ്രവചനത്തിന്റെ 3-ാമത്തെയും 8-ാമത്തെ വാക്യത്തിൽ ഒരു സൂചന അതിൽ കൊടുക്കുന്നുണ്ട്. നഹൂം പ്രവചനം 3:8 ഒരു സൂചന കൊടുക്കും. നഹൂം പ്രവചനം We can see that in Nahum chapter 3 verse 8. നദികളിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം മതിലുമായിരിക്കുന്ന മറ്റൊരു പട്ടണത്തെ പോലെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ് ഈ സിറ്റിയെ You കുറിച്ച്. can see that the prophet is comparing this city which is situated among the rivers. അപ്പോൾ ഒരു മനുഷ്യന് 3 ദിവസം ഒരു എൻഡ് ടു എൻഡ് നടന്നാൽ തീരാം, അത്രയ്ക്ക് നീളമുണ്ട് ആ സിറ്റിക്ക്. And this city was 3 days journey long. നിങ്ങൾ എന്നോടുണ്ടോ? ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ന്യൂയോർക്ക് സിറ്റി Any of you have gone to see the New York City by walking? അങ്ങ് വടക്ക് ആർലമാണ്. ആർലം മുതൽ കനാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ സീറോ ഗ്രൗണ്ടിൻ്റെ അവിടം വരെ നമുക്ക് ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ ഒരു 4 മണിയാകുമ്പോൾ എത്താൻ പറ്റും.
So if you walk, from the end of Harlem to ground zero, you can, walk it in like a half day time or by 4 o'clock in the evening. ഏകദേശം 100 സ്ട്രീറ്റുകൾ 10 അവന്യൂകളാണ് ഈ ന്യൂയോർക്ക് സിറ്റിയെ കുറിച്ചുള്ളത്. ആരെങ്കിലും കേൾക്കുന്നത് കേട്ടോ? ഇത് ചുമ്മാ ഒരു ഹിസ്റ്ററി ഒരു അറിയാം, സ്ഥലത്തൊക്കെ അറിയാൻ പറ്റും. So it's like 100 streets and 10 avenues. നമുക്ക് വേഗത്തിൽ നടക്കാം. So we can, walk by പിന്നെ one day. കണ്ടും കേട്ടും നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടായിരിക്കും. So if you are not taking the time to explore everything, you may have to walk, the whole day. പക്ഷേ ഈ നിനവയെ കുറിച്ച് പറഞ്ഞത് അറിയാമോ? But about Nineveh, about that city, ഒരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ്, നല്ലപോലെ സ്പീഡിൽ നടന്നാൽ പോലും 3 ദിവസം എടുക്കും ഇതിന്റെ എൻഡ് ടു എൻഡ് നടക്കാൻ. so even though you walk, at a reasonable speed, it would take you 3 days from end to end. ലോക രാജ്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു മഹാ പട്ടണമായിരുന്നു. And a very popular city of that time. പക്ഷേ ഇവർ ഇതിന്റെ ഇടയിൽ ഈ സമ്പൽ സമർത്ഥമായ ജീവിത നടുവിൽ ദൈവത്തെ എന്ത് ചെയ്തു? ചേർന്ന് പറഞ്ഞാട്ട് മറന്നു. And when they had all the prosperity that they needed, they forgot God. മക്കളെ, ഞാൻ സംസാരിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. So now children, and I'm talking to you from chapter 1. ദൈവത്തിന്റെ 9 സവിശേഷതകൾ, ശ്രേഷ്ഠതകളോടെ പറയുന്നുണ്ട്. In the first chapter you can see 9 qualities of ഈ God. ദൈവം പാപത്തിനെതിരെ, ദൈവത്തിന്റെ ശത്രുവിനെതിരെ പ്രതികാരത്തോടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള വാണിംഗ് കൊടുക്കുകയാണ്. So like in chapter 1, God is saying that he is a jealous and avenging God against his enemies. 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ 2-3 വാക്യം ദൈവത്തിന്റെ 6 പ്രത്യേകതകൾ കൊടുക്കുന്നു. In chapter 1 verses 2 and 3 you can see 9 specialities പറയാമോ? of God. കണ്ടത് പറഞ്ഞ 1, തീഷ്ണതയുള്ള ദൈവമാണ്. പ്രതികാരം ചെയ്യും. 2, പ്രതികാരം ചെയ്ത ദൈവമാണ്. 3, ക്രോധപൂർണ്ണൻ. ക്രോധപൂർണനാകുന്നു. 4-ാമത്തത് പാപം ചെയ്യുന്നവരോട് കോപം സംഗ്രഹിച്ചു വെക്കുന്നവനാകുന്നു എന്ന് പറയുന്നു. പഴയ നിയമത്തിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണ്. So in the Old Testament God is described like that. എന്നാൽ തന്നെ അടുത്തൊരു ഭാഗം 3-ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ എന്റെ ദൈവം, when you come to verse 3, പറഞ്ഞേ, the Lord ദീർഘക്ഷമയുള്ള ദൈവമാണ്. The Lord is slow to anger. മഹാശക്തിയുള്ള ദൈവമാണ്. And great in power. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ verse 7, in verse 7, എന്റെ ദൈവം നല്ല ദൈവമാണ്. The Lord is good. കഷ്ട ദിവസത്തിൽ അവൻ എനിക്ക് ഒരു ഫോർട്രസ്, ശരണം, കോട്ടയാണ്. A stronghold in the day of trouble. അവനെ ആശ്രയിച്ചു വരുന്നവനെ അറിയുന്ന ഒരു ദൈവമാണ്. And a God who knows those who take ഒരു സൈഡിൽ ക്രോധമുള്ള ദൈവത്തെ പ്രസന്റ് ചെയ്യുന്നു. when God is presented as an എന്നാൽ angry മടങ്ങി God, വരുന്നവനെ, ആശ്രയിച്ചു വരുന്നവനെ ശരണമായി കൊള്ളാകുന്ന ഒരു നല്ല ദൈവമായിട്ട് ഇറങ്ങി വരികയാണ്. but those who put their trust in the Lord, this God is a good God that we can place our trust in him. ഈ ദൈവം പറയാണ്, And this God says, ഞാൻ പാപത്തിനെതിരെ പ്രതികരിക്കും മക്കളെ. God has wrath against sin. ഞാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. Though God is slow in anger, നീ എന്നിലേക്ക് വന്നെന്ന് ആശ്രയിച്ചു വന്നാൽ ഞാൻ നിന്നെ കെട്ടിപ്പുണരും. and if you come trusting the Lord, he will hug you and take you. പക്ഷേ പാപത്തിനെതിരെ ഞാൻ പണിഷ് ചെയ്യും. But God is a God who has wrath against the sin. എന്നെ കേൾക്കുന്ന പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയാം, To my listeners today, let me tell you. ഞാൻ പ്രസംഗിക്കുന്ന യേശു പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപിയെ സ്നേഹിക്കുന്നു. Jesus that we believe, he is a God who loves sinners but not sin. He എന്റെ hates യേശു sin. പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപിയെ സ്നേഹിക്കുന്നു. God hates sin but he loves sinners. ഏതു പാപിക്കും ഓടി ശരണം പ്രാപിക്കാൻ കൊള്ളാകുന്ന ഒരു ആശ്രയമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവറിയിലെ ക്രൂശിൽ യേശു മാത്രമേ ഉള്ളൂ. If there is a place that any sinner can come running, with the comfort in his mind, that is Jesus Christ. എന്റെ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കാതെ വിടത്തുമില്ല. And because my God is a just God, he will not leave sin unpunished. 2-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ 2-ാം അധ്യായം ഞാൻ നഹൂം 2-ാം അധ്യായം, Now let's come to chapter 2. ഇവർക്ക് വാണിംഗ് കൊടുക്കുക. And Nahum is giving a warning because God tells him to. നിങ്ങളുടെ കോട്ട തകരാൻ പോകുക. And he is telling them that your strongholds will come down. എങ്ങനെയാണെന്നറിയാം കോട്ട തകരുന്നത്? 1:8 നോക്കിക്കേ. 1:8 പറയുന്നുണ്ട് എങ്ങനെയാ ഇത് ഈ സിറ്റി തകർക്കാൻ പോകുന്നത്. Why your fortress will come down is explained in verse 8 of chapter 1. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 4 സൈഡും അല്ലെങ്കിൽ എക്സാക്റ്റ് പറഞ്ഞാൽ 2.5-3 സൈഡ് വെള്ളം കൊണ്ട് ഡൈഗ്രീഷ് നദി ചുറ്റപ്പെട്ട്, യൂഫ്രട്ടീസ് നദി ചുറ്റപ്പെട്ട സിറ്റിയാണെന്ന് പറയുന്നത്. So this city is surrounded by river Tigris, and as I explained, there is evidence of that. ദൈവം പറയാ, ഞാൻ നിന്റെ പട്ടണത്തിൽ ഞാൻ എന്തടിപ്പിക്കാൻ പോകുന്നു? Overflowing flood.
നമുക്ക് അതിൻ്റെ ഭാഷ ഇപ്പം മനസ്സിലാവും. പണ്ടത്തെ എൻ്റെ പപ്പ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ഇത് സുനാമി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ പറ മക്കളെ, മനസ്സിലാവോ? തെക്കനോ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പപ്പായ്ക്ക് മനസ്സിലാവും സുനാമി. ഇപ്പോൾ അവർക്ക് മനസ്സിലാവും സുനാമി എന്താണെന്നുള്ളത്. കാരണം അവരിത് പണ്ട് പ്രസംഗിക്കുമ്പോൾ, ഈ പ്രവചന പുസ്തകം പഠിപ്പിക്കുമ്പോൾ അവർക്ക് തെക്കനോ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ ഈ പ്രവാഹം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പക്ഷേ ദൈവം പറയുകയാണ്, മൺകട്ട കൊണ്ട് കെട്ടിയ, മക്കളെ ആ പിക്ചർ ഒന്ന് കാണിച്ചിട്ട്, മൺകട്ട കൊണ്ട് കെട്ടിയ നിന്റെ കോട്ടയെ ഞാൻ പ്രവാഹം കൊണ്ട് തകർക്കും. So God is telling that, ഞാൻ the പ്രവാഹം കൊണ്ട് fortress that തകർക്കും. you have built with clay, I will destroy it with a great flood. സ്വത്രം പറഞ്ഞേ. Amen. ഈ കോട്ട എത്ര ശക്തിയുള്ള കോട്ടയാണെങ്കിലും മണ്ണ് കൊണ്ട് കെട്ടി. ഇതിന്റെ നീളം പൊക്കം ഞാൻ പറയാം. So though the fortress is very strong and powerful, it is made out of clay. നിനവയുടെ ഈ കോട്ടയുടെ നീളം പൊക്കം 100 അടി പൊക്കം. So about the fortress in Nineveh, it says it's 100 feet tall. കണ്ണു തുറന്നിരുന്നേ, 150 അടി വീതി, and 100 feet wide, 60 150 അടി feet wide, താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. and 60 feet depth. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. And it is made out of clay. ദൈവം പറഞ്ഞ, എത്ര നീ കെട്ടിപ്പൊക്കി നിർത്തിയാലും, പാപത്തെ മറച്ച് എത്ര നീ നിർത്തിയാലും, പാപത്തിനെതിരെ പോരാട് ദൈവം തമ്പുരാൻ നിന്റെ കോട്ടയൻ വെള്ളം കൊണ്ട് അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞതിൽ 7ാമത്തെ വർഷം ആ പട്ടണത്തെ ഉന്മൂലനാശതയം വരുത്തി. And because God warned them against sin, and because people did not repent, after 7 years of the warning, the fortress was destroyed completely. രണ്ടാമത്തെ അധ്യായം നോക്കിക്കേ. In chapter 2, നിന്റെ രണ്ടാമത്തെ അധ്യായം 2ാമത്തെ വാക്യം. ഞാൻ 2:1 മടങ്ങി വരും. verse 2. 2 മുന്തിരി വള്ളി ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. And God told them that he will destroy their vine branches. 3ാമത്തെ വാക്യത്തിൽ നിന്റെ വീരന്മാരുടെ പരിചയ്ക്കകത്ത് മൊത്തം ബ്ലഡ് ഉണ്ടാക്കും. യുദ്ധം സംഭവിക്കും. In verse 3, giving them a warning about war. 6ാമത്തെ വാക്യം നോക്കൂ, രാജമന്ദിരം ഞാൻ അഴിച്ചു കളയും. And God is telling them that in verse 6, the gates of the rivers are opened and the palace will be dissolved. മാറത്തടിച്ച് കരയുന്ന ലെവലിലേക്ക് 7ാമത്തെ വാക്യത്തിൽ വരും. And as they are crying so bitterly, their situation will become. പുരാതനമായ ഫേമസ് ആയ ഈ നിനവെ പട്ടണം ജലാശയം പോലെ ആയിത്തീരും. 8ാമത്തെ വാക്യം. And the famous city of Nineveh will be like a pool of water. 3ാമത്തെ തീയതിയിലേക്ക് വരൂ. And now coming to chapter 3, എന്തുകൊണ്ടാണ് ഇവർക്ക് സംഭവിക്കുന്നത്? why is this happening to this city? അവരുടെ ചില പാപങ്ങൾ കൊടുത്തിരിക്കുകയാണ്. And some of the sins. 3ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അവരുടെ തെറ്റുകളാണ്. And chapter 3 verses 1 through 7, what did the city of Nineveh did against God? കരുണയില്ലാതെ മറ്റുള്ളവരോട് അവരുടെ രക്തം ചൊരിയുന്ന അവസ്ഥയിലേക്ക് ഇവർ വരികയാണ്. So these people have no mercy to others, and they shed blood of everyone. വ്യാജവും അപകാരവും കവർച്ചയൊക്കെ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. And they are full of lies and pillage, and they kill others. 4ാമത്തെ വാക്യത്തിൽ പരസംഗം, വ്യഭിചാരം, ക്ഷുദ്രപ്രയോഗം, വിഗ്രഹാരാധന കൊണ്ട് നിറയുന്നു. And this city is filled with the harlotries, and there are so many sorceries, and the city is full of those kind of people. 5ാമത്തെ വാക്യം നോക്കുമോനെ, ഞാൻ നിന്റെ നേരെ വരും. ദൈവം പറയുക. And God is telling that I am against you. 9ാമത്തെ വാക്യത്തിൽ 4 രാജ്യങ്ങൾ ഈ സമയത്ത് യുദ്ധത്തിന് വേണ്ടി ബാബിലോൺ വരുമ്പോൾ 4 സൈന്യം അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. And in verse 9, 4 armies are supporting this city. എത്യോപ്യ, മിസ്രയീം, ലിബിയ, പ്യൂത്തിയർ എന്ന് പറഞ്ഞാൽ ഹാമാനിന്റെ 3ാമത്തെ മകനായ പുത്തിന്റെ വംശജരാണ്. Ethiopia, Egypt, Put and Libim, those are the countries which are supporting this city. 4 സൈന്യം അവർക്ക് സപ്പോർട്ടിന് വന്നു. And these 4 armies came to help them. 10ാമത്തെ വാക്യം കാണിച്ച മോനെ. Verse 10. എന്നിട്ടും Yet അവളെ ദൈവം എന്ത് ചെയ്തു? ആ പട്ടണത്തെ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് ദൈവം നശിപ്പിച്ചു. And yet she became an exile. നശിപ്പിച്ചപ്പോൾ 12ാമത്തെ വാക്യം കണ്ടോണേ. And in verse 12, മെസ്സേജിലേക്ക് വരാം, പ്രധാന മെസ്സേജിലേക്ക് വരാം. 12ാമത്തെ വാക്യം കേട്ടെ. അവരുടെ കോട്ടകൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ. and how are their fortresses, they said? ഒരു അത്തിവൃക്ഷത്തിൽ പഴുത്തു നിൽക്കുന്ന ഒരു പഴം തിന്നാൻ വേണ്ടി ആരെങ്കിലും താഴെ വന്ന് ഒന്ന് കുലുക്കിയാൽ അവരുടെ വായിലേക്ക് വീഴുന്നത് പോലെ കോട്ട വീഴാൻ പോകുന്നു, ബലഹീനമായിരിക്കുക. And their fortress is like a fig tree with ripe fruit. When someone shakes it, it would come down. 13ാമത്തെ വാക്യം, നിന്റെ ദേശത്തിലെ വാതിലുകൾ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു. And the gates of the lands are opened wide to your enemies. ഞാൻ ആ വാക്യം വായിക്കുന്നില്ല. 18ാമത്തെ വാക്യത്തിൽ, Verse 18, കോട്ട വീഴാൻ നിൽക്കുമ്പോൾ and as the fortress is about to ശത്രു fall, കയറി
തകർത്തോണ്ടിരിക്കുമ്പോൾ as the enemy is entering and destroying നിന്റെ it, ഇടയന്മാരെന്താ ചെയ്യുന്നേ? and what are the shepherds doing? ഷപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ഉറക്കെ പറഞ്ഞേ. What are the shepherds doing? അവര് ഉറങ്ങുന്നു. The shepherds are sleeping. അവിടുത്തെ കുലീനന്മാർ, നോബിൾ എന്ന പദം ചിലർ ഹോളി പീപ്പിൾ എന്നാണ്. അവിടുത്തെ ഹോളി പീപ്പിൾ എന്ത് ചെയ്യുന്നു? ദേ ആർ ടേക്ക് റെസ്റ്റ്, അവർ വിശ്രമിക്കുന്നു. And the nobles, or in some versions it says the holy people, they are lying down and taking rest. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരുന്നപ്പോൾ, And when the people who are supposed to respond kept silent, when the people who are supposed to keep God did വിശുദ്ധന്മാർ not, വിശ്രമിക്കാൻ പോയപ്പോൾ, when the holy people were taking ജനം rest പർവ്വതത്തിൽ ചിതറി, and people were scattered upon അവരെ the mountains, കൂട്ടിച്ചേർക്കാൻ ആരുമില്ല. and there were no man to gather them, 19ാമത്തെ വാക്യത്തിൽ പറഞ്ഞു അവരെ മുറിവുകൾ ഉണക്കാൻ പറ്റത്തില്ല. and there is no relief for their breakdown. അവരെ കേടിന് ഉപശാന്തിയില്ല. Their wound are incurable. വല്ലാത്തൊരു പരാജയത്തിലേക്ക് ഈ ജനത്തെ പാപത്തെ തള്ളിവിടുകയാണ്. And they are going to a great failure because of the sin. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു വാണിംഗ് തരിക ദൈവം. And standing in the midst, God രണ്ടാം was വാക്യം giving them a കാണിക്കുമോനെ? warning in ഇവിടെ chapter 2 കുറി verse വാക്യം. 1. വാണിംഗ് പറയുകയാണ്. The warning the prophet gives. എന്താണ്? എന്നോട് ചേർന്ന് പറഞ്ഞോ, ആരൊക്കെ പറയാൻ പറ്റും? സംഹാരകൻ, സംഹാരകൻ. The one who scatters. നമ്മളെ സ്കാറ്റർഡ് ചെയ്യുന്ന, The enemy who scatters us. കയറി വരുന്നു. He is coming against you. 4 കാര്യം ചെയ്യുക. 4 things you need to do. മക്കളെ, ഒരു 4 കാര്യം വെച്ചിട്ട് അടുത്ത 15 മിനിറ്റ് 4 കാര്യം വെച്ച് കുറേ കാര്യം പറയും. നിങ്ങൾ എഴുതിക്കോണം. പറ്റുമെങ്കിൽ മോനെ ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പ് ഇടും. കുഞ്ഞുങ്ങൾ എഴുതിയെടുത്തോട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് ടൈപ്പ് ഇടുക. ഒന്ന് എന്താണ് പറയുന്നത്? The first thing that you need to do അതാണ് is, എൻ്റെ സന്ദേശ തലവാചകം. അതാണ് എന്താണ്? Man the fortress. the first thing that we need to do when the enemy comes against you is to keep the fortress or man the fortress. രണ്ടാമത്തെ നിന്റെ വഴി. അതൊക്കെ നടത്ത അവസരങ്ങളിൽ സംസാരിക്കുക. ഇത് മാത്രം ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത 15 മിനിറ്റ് നിങ്ങളുടെ വഴി നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. And you have to watch the road. മൂന്നാമത് അരമുറുക്കാന്ന മലയാളത്തിൽ മറ്റൊരു ഭാഷയിൽ കൊടുത്ത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആയുധങ്ങൾ റെഡിയാക്കുക. And you have to യു ആർ റെഡി ടു ബാറ്റിൽ. യുദ്ധത്തിന് തയ്യാറാകുക. Strengthen your back, or in another version it says be ready for a war. 4ാമത്തെ കാര്യം, And the 4th thing, നിങ്ങളെ തന്നെ ഒന്ന് എന്ത് ചെയ്യുക? ചേർന്ന് പറഞ്ഞാൽ ശക്തീകരിക്കാൻ പറഞ്ഞാട്ട്. and you have to strengthen yourself. ശക്തീകരിക്കാന്ന് പറഞ്ഞാട്ട്. Strengthen yourself. നമുക്ക് നമ്മെ തന്നെ ആത്മാവിൽ ശക്തി. കമോൺ, എല്ലാവരും പറഞ്ഞാട്ട്. ആത്മാവിൽ ശക്തീകരിക്കുക. എന്നോട് ചേർന്ന് പറഞ്ഞേ, കമോൺ. ആത്മമണ്ഡലത്തിൽ ഈ പകല് എനിക്ക് ശാരീരികമായ സൗഖ്യമില്ലെങ്കിലും ദൈവം നൽകിയ നിയോഗം ഞാൻ വിളിച്ചു പറയുകയാണ്. ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയുകയാണ്. ആത്മാവിൽ ശക്തിപ്പെടാൻ ചില പ്രിയപ്പെട്ടവർ ഇപ്പോൾ തയ്യാറായ മതിയാകുള്ളൂ. സംഹാരകൻ നമ്മുടെ കോട്ടയെ തകർക്കാൻ പോവുകയാണ്. Amen. Hallelujah. When the enemy is coming against you, we have to strengthen ourselves spiritually. നിങ്ങൾ ഇത് കണ്ടില്ല? ഇത് ഈ കാണുന്ന കോട്ട എന്ന് പറയുന്നത്, ഈ പിക്ചർ എന്ന് പറയുന്നത് UP-ലെ ഗോളിയാർ ഫോർട്ടാണ്. ഗോളിയാർ This is a Fort Goliar in Uttar Pradesh. ഞാൻ ഇത് പോയി കണ്ടിട്ടുണ്ട്. And I went to watch it. ഞങ്ങൾ അടുത്തേക്ക് രാജസ്ഥാനിൽ പോയപ്പോൾ ചില കോട്ടകൾ കണ്ടു. And when I went to Rajasthan recently, we went to watch some forts. പ്രധാനപ്പെട്ട കോട്ടകൾക്കെല്ലാം ഈ കോട്ട മതിലിന്റെ മുകളിൽ ഇങ്ങനെ കൊത്തളങ്ങൾ, നമ്മൾ വാച്ച് ടവർ, കൊത്തളം എന്ന് മലയാളത്തിൽ പറയും, വാച്ച് ടവർ ഉണ്ടാക്കി വെക്കും. And in most of the forts, they will have a watchtower as we see in the picture. വാച്ച് ടവറിനകത്ത് ഉണ്ടാക്കിയിട്ട് അവരൊരു വാച്ച്മാനെ വെക്കും. And after building the watchtower, they will place or appoint a watchman in ഒന്നാമത്തെ that. പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, 4 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ വാച്ച്മാൻ. ഒരു വാച്ച്മാന്റെ 4 ഉത്തരവാദിത്തങ്ങൾ. And a watchman has at least 4 major ഈ responsibilities. വാച്ച് എന്ന പദം എന്നെ കേട്ടെ, കണ്ണൂർന്നിരുന്നേ, എന്നെ കേട്ടെ, വാച്ച് എന്ന പദം നമുക്ക് തന്നെ എന്താണ്? കാക്കുക എന്നുള്ളതാണ്. So the word watch means you have to keep guard. നമ്മളെ ദൈവം ഒരു ഭവനത്തിന്റെ വാച്ച്മാനായിട്ട് നിർത്തിയെങ്കിൽ, ഒരു ദേശത്തിന്റെ വാച്ച്മാനാക്കി വെച്ചെങ്കിൽ, ദൈവം നമുക്ക് നൽകിയ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി, നാം ആ കോട്ട എന്ത് ചെയ്തോണം? ചേർന്ന് പറഞ്ഞേ, കാത്തോണം. ഒന്ന് വായിക്കുമോ? എസ്കേ പ്രവചനം 33. ആരെങ്കിലും മലയാളത്തിൽ ഉറക്കെ വായിക്കണേ. എസ്കേ പ്രവചനം 33-ാം അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിക്കുമോ? Chapter 33 verses 1 through 7. ഉറക്കെ വായിച്ചേ, വേഗത്തിൽ വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. പാസ്റ്റർ ഒരു മിനിറ്റ്. സഹോദരങ്ങൾ, ഇവിടെ വിശ്വാസിയോ മക്കളൊന്ന് വായിച്ചേ. ആരെങ്കിലും ഒന്ന് വായിച്ചേ, വായിച്ചേ. താങ്ക് യു നൗഷ. നിന്റെ സ്വന്തം ജാതികളോട് പ്രവചിച്ച് പറയണം. ദൈവം പറയണം, എസ്കേലേ, നിന്റെ സ്വന്തം ജാതികളോട് നീ എന്ത് ചെയ്യണം? പ്രവചിച്ച് പറയണം. 1, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ
ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുക്കണം. എന്തിനായിട്ടാണ്? കോട്ടയുടെ മുകളിൽ വാച്ച് ടവറിൽ ഇരുത്താൻ. വായിക്കുമോ? വെച്ചാൽ അടുത്ത വാക്യം, ആ മനുഷ്യൻ ഒന്നാമത് ആ മനുഷ്യൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, കാക്കണം. അതിലേക്ക് വരികയാണ്. നമ്മൾ എന്തിനാ അവിടെ കൊണ്ട് വെച്ചേക്കുന്നേ? പറ, എന്തിനാ വെച്ചേക്കുന്നേ? എന്തൊക്കെ കാക്കണം നമ്മൾ? So what all things we have to guard? നമ്മൾ ആരുടെയൊക്കെ കാവൽക്കാരാണ്? No, you are the watchman of all who? നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം, നെഹമ്യാവിന്റെ പുസ്തകം, The book of Nehemiah, അതിനകത്ത് 7:3 നോക്കിക്കേ. നെഹമ്യാവ് 7:3 എടുത്ത് നോക്കിക്കേ. chapter 7 verse 3. Nehemiah chapter 7 നെഹമ്യായ verse 3. കാവൽക്കാരെ നിയമിച്ചു. ഓരോരുത്തൻ താൻ തന്റെ കാവൽ സ്ഥലം കൊടുത്തിട്ട് താൻ തന്റെ വീട്ടിന്റെ നേരെ എന്ത് ചെയ്തു? ഹലോ, ഒന്നാമത് അവനവന്റെ വീട്ടിന്റെ മുമ്പിൽ കാവൽ നിൽക്കണം. So the first responsibility of a watchman to watch his household. നമ്മൾ ആരുടെ വാച്ച്മാനാ? You are the watchman of who? പാസ്റ്റർ സന്തോഷ്, താങ്കളുടെ വീട്ടിന്റെ വാച്ച്മാനാ. ഒന്നാമത് തന്റെ ഫാമിലിയുടെ വാച്ച്മാനാ. So number 1, you are the watchman of your own house. നിങ്ങളുടെ ഭവനത്തിന്റെ വാച്ച്മാനാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know that you are the watchman of your own house? നിങ്ങളുടെ തലമുറ പിടിച്ചോണ്ട് പോകാൻ ശത്രു കയറി വരുന്നത് കാണാമോ? Can you see, the enemy coming to take our children? സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വതന്ത്രം. ഇതിനോട് വചനത്തിൽ പ്രതികരിക്കാൻ ജനം തയ്യാറാകണം. നമ്മൾ നമ്മുടെ ഒന്നാമത് നമ്മുടെ ഭവനത്തിന്റെ വാച്ച്മാന്മാരാണ്. Number 1, you are the watchman of your own household. ആരെ കാക്കണം ഞാൻ? Who should I watch? ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ ആത്മമണ്ഡലത്തിൽ കാക്കണം. I have to watch my wife and my children in the spiritual realm. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കാക്കണം, ആത്മമണ്ഡലത്തിൽ കാക്കണം. You have to watch your children in the spiritual realm. ഇന്ന് പകൽ ആത്മാവിൽ തീരുമാനമെടുത്ത് പോകണം. ഞാൻ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ കാവൽക്കാരനായി നിൽക്കുമെന്ന് ഒരു തീരുമാനത്തോടെ വേണം ഇന്ന് പകൽ പോകാൻ. Take a decision that I will keep guard of my family. രണ്ടാമത് എവിടെ നമ്മൾ കാവൽ നിൽക്കണം? Number 2, where should you watch? നമ്മൾ വായിച്ച 33 ഒന്നാമത്തെ വാക്ക്, ദേശത്തിന് കാവൽ നിൽക്കണം. Chapter 33 verse 1 of Ezekiel, you have to watch your city. ദേശത്തിലെ തന്റെ ജനങ്ങളുടെ ഒന്നാമത്തെ വാക്യത്തിൽ ജനത്തിന് വേണ്ടി കാവൽക്കാരെ നിർത്തണം. You have to keep watchman for the city. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനാ ആൽബനി അയച്ചേ? Dear people, why you were sent to Albany? നിങ്ങൾ ആരെങ്കിലും നേരത്തെ ജനിച്ചു വീണപ്പോഴേ നിങ്ങൾ പറഞ്ഞാൽ ദൈവത്തോട്, ദൈവമേ എനിക്ക് ആൽബനി പോകണമെന്ന് പറഞ്ഞായിരുന്നു? Did anyone of you ask God that, Lord, I want to go to Albany? പറഞ്ഞായിരുന്നോ? Did you tell God that this is where you want to be? ആദ്യമായിട്ട് ജോലിക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് ആൽബനി ഒന്ന് ദേശമുണ്ട്, അവിടെ പോകണം? ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. And I did not pray that I should come to Albany. നമ്മെ അയച്ചു. But it is God who sent us here. ജോസഫ് ആഗ്രഹിച്ചില്ല Joseph did not want to മിസ്രൈമിൽ പോകണമെന്ന്. He did not want to go to Egypt. ആഗ്രഹിച്ചോ? Did Joseph want to go? എന്നോട് പ്രതികരിക്കുക, ആത്മമണ്ഡലത്തിൽ പ്രതികരിക്കുക. Amen. അവർ ആഗ്രഹിച്ചോ? No. പക്ഷേ God sent him. Amen. അവൻ ജോസഫിനെ മിസ്രൈമിൽ അയച്ചു. It is God who sent Joseph to Egypt. അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത സഹോദരന്മാർ വിറ്റെന്നാണെങ്കിൽ ദൈവം എഴുതിയ വാർത്ത എന്താണെന്നറിയാം? 105 സങ്കീർത്തനത്തിലുണ്ട്, ഞാൻ എൻ്റെ ദാസനാകുന്ന ജോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചു തന്റെ സഹോദരങ്ങൾക്ക് ക്ഷാമത്തെ മാറ്റാൻ. Hallelujah. If you know the newspaper title that Joseph was taken to Egypt, God wrote it down in such a way that I send my servant Joseph to Egypt. നിങ്ങൾ പ്രാർത്ഥിക്കാതെ, നിങ്ങൾ അറിയാതെ വഴികൾ ഒരുക്കി ഈ പട്ടണത്തിൽ കൊണ്ടുവന്നെങ്കിൽ ദൈവമൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പട്ടണത്തെ കാവൽ ചെയ്യാൻ ദൈവം നമ്മെ കണ്ടെത്തിയിരിക്കുക. ആത്മാവിൽ കരമടിച്ചെന്ന് പ്രതികരിക്കാൻ കഴിയും പറഞ്ഞാട്ട് എന്നെ കാവൽക്കാരനാക്കി ഈ പട്ടണം നിർത്തിയിരിക്കുക. നിന്റെ കാവൽ മാറിപ്പോകല്ലേ. Thank you Jesus. Hallelujah. മൂന്നാമത് നമ്മൾ കാവൽക്കാരാരെന്നറിയാമോ? 84 സങ്കീർത്തനം 10 വാക്യത്തിലുണ്ട്. Psalms chapter 84 verse 10 we will see who are we watching. കോരഹപുത്രന്മാർ പറഞ്ഞ പ്രാർത്ഥനയാണ്. This is what the sons of Korah pray. ആലയത്തിന്റെ വാതിൽ കാവൽക്കാരായി. Amen. I will be a doorkeeper in the house of my God. Hallelujah. Amen.
കുടുംബത്തിൽ മിസ്റ്റേക്ക് പറ്റി, അപ്പന് മിസ്റ്റേക്ക് പറ്റി, അമ്മയ്ക്ക് മിസ്റ്റേക്ക് പറ്റി. പക്ഷെ കോരപുത്രന്മാർ ആലയത്തിൽ പോയി കിടന്നിട്ട് പറയുക, ദിസ് ഈസ് മൈ ഡിസയർ, ദിസ് ഈസ് മൈ ഇന്റൻഷൻ. ഇതെന്റെ ആഗ്രഹമാണ്, എനിക്ക് ഈ ആലയത്തിന്റെ കാവൽക്കാരനായി കിടക്കണം എന്ന് പകൽ പറഞ്ഞാട്ട് എനിക്ക് എന്റെ ദൈവം എനിക്ക് നൽകിയ ഫെലോഷിപ്പിന്റെ കാവൽക്കാരനാണ് ഞാൻ. എത്ര പേര് ആത്മാ പ്രതികരിക്കുക, ഞാനൊരു വാച്ച്മാനാണ്, ഇതിനെ കാക്കാൻ എന്നെ ആക്കിയത്. Amen. Hallelujah. The Korah, sons of Korah, when their father went away from the Lord, they took a decision saying, the Lord, this is our desire that I will be rather a doorkeeper of the house of the Lord. കത്തദാസനെ ഡോക്ടർ റോണി, താങ്ക് യു ഫോർ പവർഫുൾ മെസ്സേജ്. ഞാൻ രാത്രി 2:30 വരെ എനിക്ക് ഉറക്കം വന്നില്ല മോനെ. ദൈവദാസനെ വളരെ ഭാരപ്പെട്ട് ഞാനൊരു പരാജയമാണോ, എൻ്റെ ജീവിതം പരാജയമായി പോയി, എൻ്റെ മക്കൾ പോയോ, എൻ്റെ കുഞ്ഞുങ്ങൾ പോയോ എന്നൊക്കെ പറഞ്ഞ് ആലയത്തെക്കുറിച്ച് വല്ലാതെ നിരാശപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി, മെനഞ്ഞാന്ന് രാത്രി ഞാൻ വല്ലാതെ 2:30 മണി വരെ എൻ്റെ ബേസ്മെൻറ്റിൽ പട്ടിലേക്ക് കടന്ന് എനിക്കറിയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞറിയാമോ, തളരരുത്, നിരാശപ്പെട്ടു പോകല്. സിറ്റിയിലെ കാവൽക്കാരൻ നീ, ചർച്ചിന്റെ കാവൽക്കാരൻ നീ, മിസ്റ്റേക്കുകൾ കണ്ട അതിന് കാവൽ നിൽക്കേണ്ടവൻ നീ. ഇന്ന് പകൽക്കാലം എത്തവർ ആത്മാവ് ജയമേറ്റെടുക്കും. എന്നെ കാവൽക്കാരനാക്കി ഈ പട്ടം നിർത്തിയതിനായി, ഭവനത്തിൽ നിർത്തിയതിനായി, ദേശത്ത് നിർത്തിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എവിടെയൊക്കെ കാവൽ നിൽക്കണം ഞാൻ പറഞ്ഞു. വേഗത്തെ കാവൽ നിൽക്കണം. ഫോർത്ത് വൺ. ഒരിക്കലും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീനോട് ദൈവം ചോദിച്ചു ചോദ്യം, കായീനെ, where is your brother? നിന്റെ സഹോദരൻ എവിടെ? There is a question that God asked Cain that where is your brother Cain? തിരിച്ച് മറുപടി, കായീന്റെ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember what Cain answered God? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? Am I the keeper of my brother? The watchman of my brother? മറുപടി കർത്താവ് യെസ് നോയും പറഞ്ഞില്ല, ഒരു മറുപടി പറഞ്ഞു. No, God did not say yes or no, but God answered in a different way. കാവൽക്കാരനാണോ കാവൽക്കാരൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഭക്തന്റെ നിലവിളി കേൾക്കുന്നു. God did not say that you are the watchman, but God said, I hear a cry. നീ കാക്കണ്ടടുത്ത് കാക്കാതിരുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ കരയുന്നു. Because you did not keep guard of what you were in charge of, now people are crying. സഹോദരന്മാർ കേൾക്കുന്നുണ്ടോ? നിന്റെ സ്വന്തം സഹോദരനെ കാക്കാൻ വേണ്ടി നിന്റെ കരം നീ കാക്കണ്ടവനായിരുന്നു, പക്ഷേ നീ കാക്കാഞ്ഞതിനാൽ, നീ പ്രതികാരം വീട്ടിയതിനാൽ അവന്റെ നിലവിളി ഉയരുന്നത് കൊണ്ട് പറയുകയാണ്, നീ കാവൽക്കാരൻ തന്നെയാ. Amen. Hallelujah. Because you were in charge of your brother, but you did not do it faithfully. Now he is crying and God was telling indirectly. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കാക്കാം. Can you take a decision that I will keep watch of my brothers? ദിവസം പറഞ്ഞ പോലെ പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഉള്ളത്. And as pastor said, we all fail at times. മക്കളെ, എന്നെ കേട്ട കുഞ്ഞുങ്ങളെ, പരാജയങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വലിച്ചെറിയുന്നതിനേക്കാൾ നല്ലതുണ്ടല്ലോ നമുക്കൊന്ന് അവരെ ഒന്ന് No, rather than exposing them, can you cover them and keep guard of them? പഴയ നിയമത്തിൽ അപ്പൻ നഗ്നനായി കിടക്കുന്നത് ഒരു മോൻ കണ്ടപ്പോൾ മോൻ എന്താ ചെയ്തേ? അവൻ ഓടി വന്ന് ഒരു മുണ്ടെടുത്ത് അങ്ങോട്ട് മറച്ചിട്ടേച്ച് പോയി പറഞ്ഞു, കേട്ടെ, മറക്കേണ്ടതിനെ മറച്ച് കവർ ചെയ്യേണ്ടതിനെ കവർ ചെയ്ത് സഹോദരന്മാരെ ഒന്ന് കവർ നിർത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം, ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, ഞാൻ ആത്മാവിൽ പ്രതികരിക്കുന്നു, വചനത്തെ ശക്തമായി നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വിടുകയാണ്. ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, വി ആർ ദ വാച്ച്മാൻ. നമ്മൾ ദൈവത്തിൻ്റെ കാവൽക്കാരാണ്. എന്തിൻ്റെ കാവൽക്കാരെന്നറിയാമോ? പട്ടണത്തിൻ്റെ, ഭവനത്തിൻ്റെ, സഹോദരന്മാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ കാവൽക്കാരാണെന്ന് തിരിച്ചറിയ ദൈവമക്കൾ ഞങ്ങത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട് എന്നെ കാവൽ ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. പാപത്തെ നമുക്ക് ഐഡി വെക്കാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കൽ പുറത്തു കൊണ്ടുവരും. അതിനു മുമ്പ് ദൈവം പറയുകയാണ്, നിന്റെ കോട്ട നീ കാത്തോ, സംഹാരകൻ കയറി വരികയോ. No one can keep on sinning, it will be exposed one day, but God is warning us, we have to take watch of our fortress. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി വാച്ച്മാന്റെ, the first responsibility of the watchman is to watch. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, the second responsibility, ഈ എസെക്കിയേൽ 33ന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്. Ezekiel chapter 33 verse 3. അത് ഇങ്ങനെയാണ് പറയുന്നത്, that is what it says like this, നീ കാഹളം ഊതണം. you have to sound the trumpet. വാച്ച്മാന്റെ രണ്ടാമത്തെ റെസ്പോൺസ് കാഹളം ഊതണം, to blow the trumpet. കണ്ടോ? നിങ്ങൾ എന്നെ കണ്ടായിരുന്നോ? 33 verse 3. Chapter 33 verse 3. കാഹളം എന്തിനാ ഊതുന്നേ? What is the trumpet blowed for? എന്നിട്ട് കാഹളം ഊതി എന്താ പറയേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചേ. And it says what you should say when you blow the trumpet. അയച്ചോ.
നീ കാകളമോദി ഓർമ്മപ്പെടുത്തണം. എന്താ ഓർമ്മപ്പെടുത്തേണ്ടത്? You have to remind people what? മുന്നറിയിപ്പ് നൽകണമെന്നായിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? മുന്നറിയിപ്പ് നൽകണം, മുന്നറിയിപ്പ് നൽകണം. വായിക്കുമോ? രണ്ടാമത്തെ വാക്യം വായിച്ചോ. അതിൽ കാണും, രണ്ടിൽ കാണും. രണ്ടാമത്തെ വാക്യം വായിച്ചോ. ആ ആ കരുതിക്കൊള്ളാതിരുന്നാൽ ആ മുന്നറിയിപ്പുകൾ നൽകേണ്ട ഉത്തരവാദിത്തം ആരുടേതാ? ആരുടെയാ? കാവൽക്കാരൻ്റേത്. കാരണം ഈ മനുഷ്യൻ കണ്ടു, ഈ മനുഷ്യൻ എന്തോ നമ്മൾ ഈ കിടന്ന് ഉറങ്ങുമ്പോൾ അതിന്റെ മണ്ടയിൽ കൊത്തളത്തിൽ ഒരാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കാണുകയാണ്, ആരോ കയറി വരുന്നു. പുള്ളി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കാകളൂതണം. കാകളൂതുമ്പോൾ ഈ ഇതിനകത്ത് കിടക്കുന്ന ജനം ഉണരും. ഉണർന്നാവണേ പുള്ളി പറയണ്ടെന്ന് അറിയാമോ? സംതിങ് is coming against you. നമുക്കെതിരെ എന്തോ വരുന്നുണ്ട്. ഹലോ, Amen. കാകളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുക. When the whole city is sleeping, as the watchman is able to see enemy coming against him, he has to blow the trumpet and remind the people that the enemy is coming against you. ഏഴാമത്തെ വാക്യം, verse 7. Verse 7, I'm not explaining it. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. The third responsibility in verse 7. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കേട്ടിട്ട് എൻ്റെ നാമത്തിൽ ജനത്തോട് പറയണം. Amen. The responsibility, third responsibility of watchman is എന്തെന്നറിയാമോ? ദൈവശബ്ദം കേൾക്കണം. So the third responsibility of a watchman is to hear from the Lord, hear of the Lord. നിങ്ങളുടെ വീട്ടിൻ്റെ വാച്ച്മാനാണ്. സഹോദരരെ, നിങ്ങളുടെ വീട്ടിലെ വാച്ച്മാനാണ്. പാസ്റ്ററെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാച്ച്മാൻ. ആരാ നിങ്ങളുടെ വീടിൻ്റെ ദൂത് പറയേണ്ടെന്നേ? യു ഷുഡ് സിറ്റ് ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, കർത്താവേ ദൈവശബ്ദം എനിക്കിതാ, എൻ്റെ കുടുംബത്തോടൊരു ദൂത് പറയാൻ, എൻ്റെ സഭയോടൊരു ദൂത് പറയാൻ ഞാൻ ഈ ഉത്തരവാദിത്തം നിങ്ങളുടെ കരുത്തിൽ കൈമാറുക. ഇമ്പോർട്ടൻ്റ് കാര്യം 5 മിനിറ്റ് പറയാൻ എനിക്കുണ്ട്. നാലാമത്തെ കാര്യം, the fourth responsibility of a watchman is ഐശയ്യാ chapter 21 verse 11. യെശയ്യാ പ്രവചനം 21ന്റെ 11ാമത്തെ വാക്യം. അതിങ്ങനെയാണ് വായിക്കുന്നത്. It reads like this. വായിക്കുമോ? ഭൂമിയെ കുറിച്ചുള്ള പ്രവാചകൻ, കാവൽക്കാരാ, രാത്രി എന്തായി? രാത്രി എന്തായി? കാവൽക്കാരാ, രാത്രി എന്തായി? വാട്ട് ഓഫ് ദ നൈറ്റ്, എന്താ സമയം എന്താ എന്നാ ചോദിക്കുന്നത്. What of the night? What is hour of the night? ഈ കൊത്തളത്തിൽ ഒരു കാവൽക്കാരൻ രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കവളച്ചിരിക്കുമ്പോൾ, so as the watchman is sitting without any sleep at night in the watchtower, ആൾക്കാർ മോനെ കേട്ടെ, പോകുന്ന ആൾക്കാർ വാച്ച്മാനെ കണ്ടിട്ട് ചോദിക്കും, what is time, സമയം എന്തായി? so the people who are walking around, they will ask the watchman, what's the time of the night? പുള്ളി എന്ത് ചെയ്യണം? And what should the watchman say? He has to tell them what is the time of the night. ദേശത്തിന്റെ കാവൽക്കാരായി, കുടുംബത്തിന്റെ കാവൽക്കാരായിരിക്കുമ്പോൾ നമ്മൾ വന്നു നിൽക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് തലമുറയോട് പറയേണ്ടവരാ നമ്മൾ. And as you are the watchman of the time and the watchman of your family and the city, you have to remind people of what is the watch of the night now. വീണ്ടെടുപ്പിന്റെ കാലം അടുത്തിരിക്കുന്നു. പാപത്തിലൂടെ ജീവിക്കാൻ, പാപത്തിന്റെ പുളപ്പിൽ ജീവിക്കാൻ ഇനി സമയമില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരാഹ്വാനം ദൈവജനത്തിന് ദൈവ പരിശുദ്ധാത്മാവ് ഈ പകൽ നൽകുകയാണ്. The watchman should be aware of the time and the coming of the Lord, and they have to warn people about this is the time of the night, that God's coming is soon. കാവൽക്കാരാ, നീ അറിയേണ്ട 4 നിന്റെ സ്വഭാവങ്ങളെ കുറിച്ചോട് പറയട്ടെ. And 4 more things that a watchman should be aware of. അത് ഞാൻ പറഞ്ഞു 4 റെസ്പോൺസിബിലിറ്റീസ്. The first I said about 4 responsibilities. എവിടെയാണ് നമ്മൾ കാവൽ ചെയ്യേണ്ട 4 കാര്യം ഞാൻ പറഞ്ഞു. What are the 4 places that you should be watchful about? കാവൽക്കാരന് വേണ്ട 4 ക്യാരക്ടർ. Now I want to tell you the 4 characteristics of a watchman. മുകളിൽ കേറിയാൽ, കാവൽമുരത്തിൽ കേറിയാൽ, and once he is on top of the watchtower, ബഹുശ്രദ്ധയോടെ നീ ജാഗ്രതയുള്ളവരായി അലേർട്ട് he ആയിരിക്കണം. has to be very diligent. 2 അവൻ സഹിഷ്ണുതയോടെ ഇരിക്കണം. Number 2, he has to be very patient. 3 അവന്റെ കാഴ്ചപ്പാട് വിഷൻ ഉള്ളവനായി, And he has ദർശനമുള്ളവനായിരിക്കണം. to have a long vision. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിന്റെ ദർശനം മങ്ങിപ്പോയാൽ, നിന്റെ കണ്ണ് മങ്ങിപ്പോയാൽ, നീ അറിയാതെ കോട്ട പൊളിച്ചുകൊണ്ട് ആളകത്ത് കയറും. If you fall asleep and if your vision is not accurate, the enemy might come breaking your wall. ഈ വാച്ച് ടവറിന്റെ മണ്ടയിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ, 4ാമത്തെ കാര്യം. And the 4th thing is the one who is sitting on the watchtower. ശത്രു ഇങ്ങനെ കയറി വരുന്ന കാണുന്നുണ്ട്. He is seeing the enemy coming. വെയിറ്റ്, ഞാൻ ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? He cannot say that, please give me a moment, let me go eat.
മറ്റൊരു കാര്യത്തിൽ ഒരു വാച്ച്മാൻ ഇടപെടാൻ പറ്റത്തില്ല. So the watchman cannot indulge in other things. ആമേൻ. Amen. പാട്ടും കൂത്തും ലോകമൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ, നിനക്കും ലോകത്തിനും ഇടയിൽ ഒരു വര വരച്ച് മതിൽ വെട്ടിയിട്ടോണം. എന്നിട്ട് ആ മതിൻ്റെ മേളിൽ നീ ഇരിക്കണം. Amen. നിനക്കും ലോകത്തിനും അശുദ്ധിക്കും വിശുദ്ധിക്കും തമ്മിൽ ചേർച്ചയില്ല. Amen. Amen. ഒരു മതിൽ കെട്ടി ഒരു വര വരച്ചിട്ടേച്ച് വേണം. ഐ എം സിറ്റിംഗ് ടോപ്പ് ഓഫ്, ഞാൻ ഇതിൻ്റെ മാളിലേക്ക് ഇരിക്കാൻ പോകുക. Amen. ഒരൊറ്റയെണ്ണം ഈ മതിൽ ചാടി എൻ്റെ അകത്ത് കയറത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടത്തോടെ, ജാഗ്രതയോടെ, തീഷ്ണതയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, വചനത്തോടെ ഓരോ കാവൽക്കാരനും ഇരിക്കുവാൻ തയ്യാറായേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ശത്രു കടന്നു കയറി വരും. Hallelujah. Hallelujah. രണ്ടാം വാക്യം ഒന്നും കൂടെ എന്നെ കാണിക്കും. രണ്ടാമത്തെ വാക്യം ഞാൻ Verse 2 one more time. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, Nahum chapter 2 verse 2. ഇങ്ങനെ നിങ്ങൾ കാത്താൽ എന്ത് കിട്ടുന്നെന്ന് അറിയാമോ? And if you do this, what would happen? മൈ ഗാഡ് ഈസ് റീസ്റ്റോറിങ്. ഞാൻ എൻ്റെ ദൈവം, ഐ വിൽ റീസ്റ്റോർ, ഞാൻ നിന്നെ റീസ്റ്റോർ ചെയ്ത് പദമുണ്ട്. God will restore, we read. കേട്ടോ, യാക്കോബിന്റെ മഹിമ, യാക്കോബിനെ ഇസ്രയേലാക്കിയ കഥ നിങ്ങൾ 2-3 ആഴ്ചകൾക്ക് മുമ്പ് യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ കേട്ടിരുന്നു. യാക്കോബിനെ എങ്ങനെയാണ് ഇത് ആരാക്കി മാറ്റിയത്? ഇസ്രയേലാക്കി മാറ്റിയത്. അതേപോലെ ഞാൻ നിന്നെ പണിത് 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 ഐ വിൽ റീസ്റ്റോർ യു. എന്ത് ചെയ്താലാ? എന്ത് ചെയ്താലാ? എന്ത് ചെയ്താലാ? പറഞ്ഞേ, എന്നോട് പറഞ്ഞേ. What should you do in order to restore the glory? കാത്തുകൊണ്ടാൽ, If you would watch your tower, വഴി പെർഫെക്റ്റ് ആക്കിയാൽ, and if you would keep your path straight. നിന്റെ ആയുധം ഏതൊക്കെ? നമ്മുടെ ആയുധം, ആത്മമണ്ഡലത്തിലെ ആയുധം, എഫേസ്യർ 6:10 മുതൽ 7 ആയുധങ്ങൾ ധരിച്ചാൽ, And if you would keep watch ready for the fight war, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടാൽ, and if you would strengthen yourself in the Lord and his mighty നഷ്ടപ്പെട്ടതെല്ലാം power, മടക്കി തരും. and God will restore everything that you ചരിത്രം പറയുന്ന lost. ജനം പിന്നെ മടങ്ങി വന്നു എന്നാ പറയുന്നത്. And the history says that the Israelites came back, പൊളിഞ്ഞു പോയ നിനവെ പട്ടണത്തിന്റെ മതിൽ കെട്ടിയവർ കേട്ടോ, and they restored the walls of the city of Nineveh. ഈജിപ്തുകാരെ വെല്ലുവിളിച്ച് നിന്നു ആ പട്ടണക്കാര്. And the people ഇന്ന് they പകൽ challenged the ഇന്ന് പകൽ Egyptians. ദൈവത്തിന് അടി കൊണ്ടിട്ട് മടങ്ങി നിനവേക്കാര് വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം അടി കൊള്ളുന്നതിന് മുമ്പ് കോട്ട കാക്കാൻ തയ്യാറുള്ള എത്ര ഭക്തന്മാരകത്തുണ്ട്. ഈ വചനത്തിൽ പ്രതികരിക്കാൻ എത്ര ദൈവമക്കളുണ്ട്. എന്റെ തലമുറ ഈജിപ്തുകാർ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, മിസ്രൈമിൽ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ശത്രു കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ബാബിലോൺ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. എന്റെ ജനത്തിന് വേണ്ടി കാവൽ നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് പകൽ പ്രതികരിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാൻ പോകുകയോ. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. Amen. നിങ്ങളോട് ആരെങ്കിലും കാവൽക്കാരായ നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, ദേശത്തിൻ്റെ കാവൽക്കാരാ രാത്രി എന്തായെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇത് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാളാ. Amen. മക്കളെ, ദിസ് ഈസ് എ ടൈം ഓഫ് എൻഡ്. ഇത് ഒരു അവസാനത്തിന് സമയം. Now, if as watchmen of your family, your church and the community, തമ്മിലടിക്കാനും പോര് വിളിക്കാനും, if someone comes and asks you what is പ്രാർത്ഥനാമുറിയിൽ the ദൈവം time, എനിക്ക് നിയോഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. തമ്മിൽ വിളിക്കാനും പോര് വിളിക്കാനും ഗ്രൂപ്പ് കളിക്കാനും പാപത്തിൽ ജീവിക്കാനുമുള്ള സമയം തീർന്നു കേട്ടോ. പാപത്തെ താലോലിക്കുന്ന സമയം യൗവനക്കാരെ ചേർന്ന് കേൾക്കണം നിങ്ങൾ. നാളെ ആഴ്ച, അടുത്ത ആഴ്ച, എപ്പോഴും പറഞ്ഞ അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സന്ദേശം ഞാൻ കൈമാറുന്നു. പാപത്തെ താലോലിക്കാനുള്ള സമയം നിർത്തി തീർന്നു. ലോകത്തിൻ്റെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമയം തീർന്നു. ഇതൊരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. this is the time of our redemption. ഇത് വീണ്ടെടുപ്പിന്റെ സമയമാണ്. The time for our redemption is at hand. പറന്നു പോകാൻ കാലം നമ്മുടെ കണ്ണുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. Amen, amen, amen. ഒരു ഉൾപ്രാവണം, സഭയുടെ ഉൾപ്രാവണം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. Hallelujah. കർത്താവിന്റെ സമയമായി എന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽ എൻ്റെ കോട്ട കാത്തുകൊള്ളാൻ, എൻ്റെ കോട്ട കാത്തുകൊള്ളാൻ, ഈ കോട്ട മതിലകത്തെ കയറിയിരിക്കാൻ, ഒന്ന് പ്രാർത്ഥന മനുഷ്യരായി മാറാൻ ദൈവം ഇന്ന് പകൽ ഒരാൾ അന്വേഷിക്കുകയോ. ഒരു ഓൾട്ടർ കോൾ, മോനെ ഒരു വാക്യോടെ കാണിച്ചു. ഒരു ഓൾട്ടർ കോൾ. എഗസ്കേൽ പ്രവചനം 22:30 വാക്യം. Ezekiel chapter 22 verse 30. എഗസ്കേൽ പ്രവചനം 22:30. 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി, ഒരു കോട്ട കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഐ ആം സെർച്ചിങ് എ പേഴ്സൺ ഫോർ ഇന്റർസീഡിങ്. ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിക്കുന്നു. Amen. ആർക്കിന്ന് പകൽ പറ്റും
ഈ മെസ്സേജിന് മുമ്പിൽ ലോർഡ്, ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. മോളെ, God searching a person for interceding. God searching a man for interceding. God searching a അപ്പച്ചൻ, ഒരപ്പച്ചനെ അന്വേഷിക്കുന്നു, ഒരമ്മച്ചി അന്വേഷിക്കുന്നു, ഒരു ഭക്തനെ അന്വേഷിക്കുന്നു. ഞാൻ ഇന്ന് പകൽ ഒരോട്ടർക്കോൾ വിളിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ഭവനത്തിനൊക്കെ സംഹാരകൻ കയറി വരാതിരിക്കും. എന്നെ കേൾക്കുന്ന സോഷ്യൽ മീഡിയ കേൾക്കുന്നവരെ, സംഹാരകൻ നിന്റെ കോട്ട തകർത്തകത്ത് കയറി വരാതിരിക്കാൻ നിന്റെ വീട്ടിൻ്റെ അകത്ത് നീ കാവൽക്കാരനായി നിൽക്കണം. പാപത്തെ താലോലിക്കാതെ മടങ്ങി കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് പറ, ഗോഡ് സെർച്ചിങ് എ പേഴ്സൺ, ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നു നിന്റെ വീടിന് വേണ്ടി കാവൽ നിൽക്കാൻ. എന്ന് പകൽ നീ തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ വീട്ടിൻ്റെ കാവൽക്കാരൻ ഞാനാ, എൻ്റെ സിറ്റിയുടെ കാവൽക്കാരൻ ഞാനാ, എൻ്റെ ചർച്ചിൻ്റെ കാവൽക്കാരൻ ഞാനാ. വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, കുറവുകൾ വന്നിട്ടുണ്ട്, നമ്മൾ പോര് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫൈനൽ മെസ്സേജ് പോലെ നിങ്ങൾ കേട്ടെ, സ്നേഹിച്ച് മടങ്ങി വാ. നിങ്ങൾ പണ്ടിരുന്ന ആ പൊസിഷനിൽ ഒന്ന് കയറിയിരിക്കുക. നിങ്ങൾ പണ്ടിരുന്ന കാവൽ മാടത്തിലേക്കൊന്ന് കയറ്. നിങ്ങളെപ്പോൾ കാവൽ മാടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഇതിൻ്റെ സുഖ സൗകര്യങ്ങൾ കുറഞ്ഞു. അന്ന് മുതൽ പാപം ഞകത്ത് കയറി, അശുദ്ധി കയറി. ഒരു ദൈവദാസന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പുട്പുറ്റുന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കയറി നിൽക്കൂ, വീണ്ടും കയറി നിൽക്കൂ ആ കാവൽപുര മഠത്തിലേക്ക്. ദൈവം ഈ സഭയെ പണിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പറയുകയാണ്, കാവൽപുരക്കകത്ത് കയറാൻ ചില മനുഷ്യരെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് പകൽ യേശുവോട് ഞാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹമുള്ളവർ, തീരുമാനമെടുക്കാനുള്ളവർ ദൈവത്തോട് പ്രതികരിച്ച് നിങ്ങൾ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? മൈ ഗാഡ്, ഈശ്വർ കർത്താവ് എൻ്റെ ദൈവം സെർച്ച് ചെയ്യുകയാണ്. ഒരു പുരുഷനെ ആവശ്യമുണ്ട്. നിങ്ങളോട് ഇന്ന് രാത്രി, ഇന്ന് പകൽ ചോദിക്കുക, സമയം എന്താ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ലോകത്തിലൂടെ ജീവിക്കുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം, ആത്മമണ്ഡലത്തിൽ അറിയാമെന്ന് പറയാൻ പറ്റുമോ? മോനെ, വീണ്ടെടുപ്പിന് സമയമായി മക്കളെ. ഇത് കണ്ടോ, മക്കൾ മാതാപിതാക്കളോട് എതിർക്കുന്നു. ഞാൻ തീത്തോസ് ലേഖനം 1 അന്ത്യകാല ദുർഘട സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ 12 കാര്യം പറഞ്ഞു. ഒന്നാ, സ്വന്തം സ്നേഹികളായി മാറുന്നു. മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭൂമി നടക്കുന്നത്, നമ്മൾ ഇന്ന് വരെ കണ്ടില്ലാത്ത പ്രോബ്ലംസ്. സമയം തിരിച്ചറിഞ്ഞ് പറയണം മക്കളെ, ഇതൊരു വീണ്ടെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവെ, ഞാൻ മധ്യസ്ഥനയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കാൻ കഴിയുന്നത് എല്ലാവരും അതിനു വേണ്ടി എഴുന്നേൽക്കണ്ട. അങ്ങനെ ആരെങ്കിലും കർത്താവ് സെർച്ച് ചെയ്യുന്നു, കോട്ട കാക്കാനായിട്ട് ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ കർത്താവ് സമർപ്പിക്കാൻ? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ട് തീരുമാനത്തോട്, ഞാൻ എൻ്റെ വീടിനെ കാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ കാക്കാൻ പറ്റും? പ്രാർത്ഥിച്ച് കാക്കാമെന്നേ. എങ്ങനെ കാക്കാൻ പറ്റും? നമുക്ക് മസിൽ യുദ്ധമൊന്നും പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത് മുട്ടയിലിരുന്നോണ്ട് ഒരു കരച്ചിൽ. ആ യുദ്ധം ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്ക് പറ്റും നിൻ്റെ വീടിന് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും ഈ ചർച്ചിന് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും സിറ്റിക്ക് വേണ്ടി കരയാൻ? ആർക്ക് പറ്റും? ദൈവം ചോദിക്കുന്നു, ദൈവം അന്വേഷിക്കുന്നു. മധ്യസ്ഥ അണയ്ക്കാൻ ആളിനെ വേണം, ഇല്ലെങ്കിൽ സംഹാരകൻ കടന്നു കയറും. ഓ ജീസസ്. കാവൽക്കാരാ, രാത്രി എന്തായി? ഒരു ഭക്തൻ ചോദിക്കുകയാണ്, കാവൽക്കാരാ, രാത്രി എന്തായി? ദേശമെങ്ങും ഈ ദേശത്തിനെ കാവൽ ചെയ്യാനായിട്ട് ആക്കിയ കാവൽക്കാരോട് ദൈവം ചോദിക്കുന്ന വാക്യം എം. ചെറിയാൻ സാർ എഴുതിയ ഒരു പഴയ പാട്ടിൻ്റെ വരികളാണ്. കാവൽക്കാരാ, രാത്രി എന്തായി? ദേവദാസനെ പാടാമോ? നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ചേർന്ന് പാടിക്കേ. വീണ്ടെടുപ്പിൽ ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ, രാത്രി എന്തായി? ഓ, ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ, രാത്രി എന്തായി? നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാരാ, രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കോ നാദമെന്റെ കാതിൽ, കാവൽക്കാരാ, രാത്രി എന്തായി? വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാലമെല്ലാം തീരാറായല്ലോ. ഓ, വേഗം നാം പോയിടാ, വേഗം നാം പോയിടാ, കാവൽക്കാലം വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലേഖ കേട്ടിടുന്നിതാ.
കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ഓ വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രുവിന്റെ മുമ്പിൽ എന്നതാ, തെല്ലുമേ ഭയം വിടില്ല നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയം നിടേണ്ട നീ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. പോയിടാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തയ്യാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ചേർന്ന് പറഞ്ഞേ, ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദം എന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദം എന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. അന്നു തന്റെ വ്യൂത്തർ നിത്യതയിലെന്നും നിത്യകാലം വാഴും ശോധമാ. തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും ശോധമാ. കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, പോർക്കളത്തിൽ നിൽക്കും, കാലമെല്ലാം തീരാറായല്ലോ. ഓ പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. കാഹളം മുഴക്കി കാലടികൾ വെച്ചു, ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി, ഹളം മുഴക്കി, ശത്രുവികൾ വെച്ചു, ശത്രുവിലെ മുന്നിൽ നേരിടാം. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം വന്നിടും പ്രഭാതം, വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്നുദിക്കും സൂര്യനാ. അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമായി. വിശ്വാസത്തോടെ അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം, അന്നു വന്നു ശുദ്ധ, അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദം. ചേർന്ന് പറഞ്ഞ അന്നു തന്റെ വിശുദ്ധ, അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമാ. പ്രത്യാശയുള്ളവർ അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴും മോദമാ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം,
കരങ്ങളൊന്നും അടിച്ച് കർത്താവിനെ വിശ്വം ആരാധിച്ച് എല്ലാ കരങ്ങളും പഠിച്ചു ശമാനാര ഹഥരാധന ഹസിയാന്തന എല്ലാ കരങ്ങളും അടിച്ച് ആരോഗ്യമുള്ള ദൈവത്തിന്റെ മക്കൾ എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ഒരു വിശ്വം സ്തുതിച്ചാട്ട് എല്ലാ കരങ്ങളെ അടിച്ച് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വചനത്തോട് പ്രതികരിച്ച് ആത്മമണ്ഡലം ചലിച്ചു ദൈവത്തെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ഹേ ഹല്ലേലൂയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും താഴ്മയോടെ എടുത്തു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് സ്തോത്രം, അങ്ങയുടെ മുന്നറിയിപ്പുകൾക്ക് സ്തോത്രം. ഈ വചനത്തിനു മുമ്പ് ഞങ്ങളെ സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ചെയ്തുകൊണ്ട് അങ്ങയുടെ വരവ് വരെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.